Hello learners, welcome to another class. Today we are discussing block 3 group behavior and team dynamics in organizational behavior. Firstly, we are discussing unit 1 group behavior. First of all, the nature of groups. ഗ്രൂപ്പിന്റെ സ്വഭാവം എന്താണ്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെയുള്ള ഡിസ്കഷനിൽ നമ്മൾ പഠിച്ചത് ഓർഗനൈസേഷൻ ബിഹേവിയർ, ഇൻഡിവിജ്വലിന്റെ ഫാക്ടേഴ്സ് ഓഫ് ഡിഫറൻസസ്, ദെൻ മോട്ടിവേഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ മുതലായ ടോപ്പിക്സ് ആണ്. ഇനി നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ തന്നെ രണ്ടാമത്തെ കോർ എലമെന്റ് ആയ ഗ്രൂപ്പിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓർഗനൈസേഷന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനെ പറ്റിയും ഗ്രൂപ്പിനെ പറ്റിയും ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റിയുമുള്ള പഠനമാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് പാർട്ട് ഇൻഡിവിജ്വൽസിനെ പറ്റി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഗ്രൂപ്പിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. എന്താണ് ഗ്രൂപ്പ്? ആഞ്ചലോ കിനിക്കി എന്ന് പറയുന്ന റിസർച്ചർ അദ്ദേഹം പറയുന്നത് ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന് 4 ഡിഫറെന്റ് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ അതിനെ നമുക്ക് ഗ്രൂപ്പ് എന്ന് വിളിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? അതിൽ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാരുണ്ടാവണം. ഒരാളായാലും ഒരു ഗ്രൂപ്പ് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. രണ്ടോ അതിൽ കൂടുതലോ 2 or more freely interacting individuals ഷെയറിംഗ് കോമൺ നോംസ്. അവർക്ക് പൊതുവായുള്ള ഒരു നിയമാവലി ഉണ്ടാവണം. നിയമത്തിന്റെ പുറത്തായിരിക്കണം അവർ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഹാവിങ് കോമൺ ഗോൾസ്, അവർക്കൊരു പൊതുവായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. പോസസിങ് എ സെൻസ് ഓഫ് കോമൺ ഐഡന്റിറ്റി, അവർക്ക് ഒരു പൊതുവായ ഐഡന്റിറ്റി ബോധം ഉണ്ടായിരിക്കണം. തങ്ങൾ ഈ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്നുള്ളൊരു അവബോധം ഉണ്ടായിരിക്കണം. ഈ 4 ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്താൽ നമുക്കതിനെ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, പല വിധത്തിലുള്ള ഗ്രൂപ്പ് ഒരു ഓർഗനൈസേഷനിൽ കാണാൻ നമുക്ക് സാധിക്കും അല്ലെ? ഏതൊക്കെയാണ്? ഫോർമൽ ഗ്രൂപ്പ്സും ഇൻഫോർമൽ ഗ്രൂപ്പ്സും. അപ്പോൾ ഓർഗനൈസേഷനകത്ത് ഗ്രൂപ്പ്സിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: ഫോർമൽ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. ഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ക്രിയേറ്റഡ് ബൈ മാനേജ്മെന്റ് ടു അക്കംപ്ലിഷ് സ്പെസിഫിക് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷന്റെ പൊതുവായിട്ടുള്ള ഗോളുകൾ, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാനേജ്മെന്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകളെയാണ് ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? arise naturally from personal relationship, shared interest and social needs or objectives. ഓക്കെ, അപ്പോൾ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ ഒരു ഫോർമൽ സ്ട്രക്ചർ ഇല്ല. കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് പേരുകൾ ചേർന്ന് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഇന്ററാക്ഷന് വേണ്ടിയോ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ റിക്രിയേഷന് വേണ്ടിയോ ഒക്കെ ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളാണ് പൊതുവെ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോർമൽ ഗ്രൂപ്പുകളെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ടാസ്ക് ഗ്രൂപ്പ് ആൻഡ് കമാൻഡ് ഗ്രൂപ്പ്സ്. ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുന്നത് ഒരു ടെമ്പററി ഗ്രൂപ്പ് ആണ്. Okay, temporary groups form to solve specific issues or complete particular assignments such as disciplinary committee or a curricular revision panel. അപ്പോൾ താൽക്കാലികമായിട്ട് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ അസൈൻമെന്റ് മീറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഗ്രൂപ്പുകളെയാണ് ഓർഗനൈസേഷനകത്തെ ടാസ്ക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. കമാൻഡ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനകത്ത് പ്രവർത്തിക്കുന്ന പെർമനന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെയാണ് കമാൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷനകത്ത് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഗ്രൂപ്പുകളായിരിക്കും. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ്, പ്രൊഡക്ഷൻ പോലുള്ളത്. ഇനി അതല്ല ഒരു ഹോസ്പിറ്റൽ ഒരു ഓർഗനൈസേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ പീഡിയാട്രിക്സ് ഒരു ഡിവിഷൻ ആണ്. അപ്പൊ അതൊരു ഗ്രൂപ്പാണ്. അതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കും. ഗൈനക്കോളജി അനദർ ഒരു ഡിവിഷൻ ആണ്. അപ്പൊ അതാണ് കമാൻഡ് ഗ്രൂപ്പ്സിന് ഉദാഹരണങ്ങൾ. ഇനി ഇൻഫോർമൽ ഗ്രൂപ്പ്സും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിലൊന്നാണ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ്. ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹു ഷെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഏജ്, ഹോബീസ്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള പൊതുവായിട്ടുള്ള ഹോബീസിന്റെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രായത്തിൽ വരുന്ന ആൾക്കാരൊക്കെ ഒത്തുചേർന്ന് ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളാണ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ താല്പര്യമുള്ള, അത് പൊതുവായ താല്പര്യങ്ങൾ ഉള്ളവർ ചേർന്ന് ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളെയാണ്. അപ്പൊ അതിൽ പല ഏജിലുള്ള ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ റീഡിംഗ് ക്ലബ്ബ്. അപ്പൊ അതിലൊക്കെ ഒരു എന്താ പറയാ, വായനയോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ചേർന്ന ഒരു റീഡിംഗ് ക്ലബ്ബ് ഒരു ഇൻഫോർമൽ ഗ്രൂപ്പിന് ഉദാഹരണമാണ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മറ്റുള്ള എന്താ പറയാ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഗ്രൂപ്പുകൾ. അപ്പൊ പൊതുവായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്ത് ഒത്തുചേർന്ന ഗ്രൂപ്പുകളെ നമുക്ക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഗ്രൂപ്പിന്റെ ഫംഗ്ഷൻസിന് നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ടാസ്ക് ഫംഗ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഫംഗ്ഷൻസ്. ടാസ്ക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾഫില്ലിംഗ് സോഷ്യൽ നീഡ്സ്. അതായത് ടാസ്ക് ഫംഗ്ഷൻസ് ഫോക്കസ് ഓൺ കംപ്ലീറ്റിംഗ് ദ ഗ്രൂപ്പ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ പെർഫോമൻസ്. മേജർ ടാസ്ക് ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്: ഹാൻഡ്ലിംഗ് കോംപ്ലക്സ് ടാസ്ക്,
അപ്പോൾ ടാസ്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനകത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവുമല്ലോ. ഈ ടാസ്കുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ മീറ്റ് ചെയ്യുന്നതിനെയാണ് ടാസ്ക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ടാസ്ക് ഫംഗ്ഷൻ ഫോക്കസ് ഓൺ കംപ്ലീറ്റിംഗ് ദ ഗ്രൂപ്പ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ പെർഫോമൻസ്. അപ്പോൾ ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുക മുതലായ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ടാസ്ക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പിന്റെ ഫംഗ്ഷൻസ് അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഗ്രൂപ്പിന്റെ ഫംഗ്ഷൻസിനെ ബ്രോഡായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ടാസ്ക് ഫംഗ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഫംഗ്ഷൻസ് എന്ന്. ടാസ്ക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പിന്റെ ടാസ്ക് ഫംഗ്ഷൻസ് ഫോക്കസ് ഓൺ കംപ്ലീറ്റിംഗ് ദ ഗ്രൂപ്പ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സപ്പോർട്ടിംഗ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. അപ്പം ഒരു ഓർഗനൈസേഷനകത്തെ ടാസ്കുകൾ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഒബ്ജക്റ്റീവ്, ഓരോ ഗ്രൂപ്പിനും ഓരോ ടാസ്കുകൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ടാസ്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുക, അതുവഴി ഓർഗനൈസേഷന്റെ പെർഫോമൻസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക് ഫംഗ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടാസ്ക് ഫംഗ്ഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹാൻഡ്ലിംഗ് കോംപ്ലക്സ് ടാസ്ക്, അതുപോലെ കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, ഇംപ്ലിമെന്റിംഗ് മേജർ ഡിസിഷൻ, ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് തലത്തിൽ എടുക്കുന്ന ഡിസിഷൻസ് നടപ്പിലാക്കുക എന്നുള്ളത്, ജനറേറ്റിംഗ് ക്രിയേറ്റീവ് ഐഡിയാസ്, വളരെ ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ ട്രെയിനിങ് ആൻഡ് സോഷ്യലൈസിങ് ന്യൂ മെമ്പേഴ്സ്, പുതിയ അപ്പോയിന്റ്മെന്റുകൾ ഓർഗനൈസേഷനിൽ വരുമ്പോൾ, അല്ലെ പുതിയ ജോലിക്കാർ വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും സോഷ്യലൈസേഷനും ഒക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ടാസ്ക് ഫംഗ്ഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ് മെയിൻ്റനൻസ് ഫംഗ്ഷൻസ്. മെയിൻ്റനൻസ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Maintenance functions focus on the emotional and interpersonal needs of members, ensuring group harmony and satisfaction. അപ്പോൾ ഇത് ശരിക്കും ഓർഗനൈസേഷൻ ലെവലിൽ നിന്നുകൊണ്ടുള്ളതല്ല. ആൾക്കാരുടെ ഇടയിൽ ഇമോഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ പരസ്പരമുള്ള ആവശ്യങ്ങൾ, ഇന്റർപേഴ്സണൽ നീഡ്സോ അവരുടെ തന്നെ വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നേടി അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഫംഗ്ഷൻസ് ആണ് മെയിൻ്റനൻസ് ഫംഗ്ഷൻസ്. അപ്പോൾ ഇതിൽ വരുന്ന എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ? ഒന്ന്, ഫുൾഫില്ലിംഗ് സോഷ്യൽ നീഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആൾക്കാരാണ്, ഇൻഡിവിജ്വൽസ് ആണ് ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ സോഷ്യൽ ബീയിങ്സ്. അപ്പോൾ അവർക്ക് എന്താണ്? സോഷ്യലൈസേഷൻ നീഡ് ഫോർ സോഷ്യലൈസേഷൻ അവരുടെ നീഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക, പ്രൊവൈഡിങ് ഐഡന്റിറ്റി ആൻഡ് സെൽഫ് എസ്റ്റീം. അവർക്ക് ഓർഗനൈസേഷനകത്ത് ഒരു റെസ്പെക്റ്റോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു റെക്കഗ്നിഷനോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സെൽഫ് എസ്റ്റീം എന്താ പറയുക, എൻഷുർ ചെയ്യുക. അതിൽ ഓഫറിങ് ഇമോഷണൽ സപ്പോർട്ട്. അപ്പോൾ ഗ്രൂപ്പ്സ് പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ടു ഹെൽപ്പ് മെമ്പേഴ്സ് ഡീൽ വിത്ത് പേഴ്സണൽ ഓർ വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പം ഈ ഗ്രൂപ്പുകൾക്ക് എന്തോ ഒരു റോൾ ഉണ്ട്. ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതും ഗ്രൂപ്പിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, അല്ലേ? അപ്പോൾ അതാണ് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, റെഡ്യൂസിങ് ആൻസൈറ്റി ആൻഡ് അൺസർട്ടനിറ്റി. അപ്പം ജോലിയിൽ എന്തെങ്കിലും അൺസർട്ടനിറ്റീസോ എന്തെങ്കിലും ക്രൈസിസോ ഒക്കെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ആൻസൈറ്റീസിനെ അഡ്രസ് ചെയ്യുക. ഇതൊക്കെ ഗ്രൂപ്പിന്റെ മെയിൻ്റനൻസ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. മെയിൻ്റനൻസ് ഫങ്ഷൻസ് ഓൾറെഡി വി ഡിസ്കസ്ഡ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓർഗനൈസേഷനകത്ത് ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് എന്താണെന്നും പല പല ഗ്രൂപ്പിന്റെ ഫംഗ്ഷൻസിനെ പറ്റിയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് എല്ലാ ഓർഗനൈസേഷനകത്തും ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഗ്രൂപ്പുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നാച്ചുറലി ഫോം ചെയ്യുന്നതാണോ? അല്ല. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഫോർമൽ ഗ്രൂപ്പ്സുകളൊക്കെ എന്താ, ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്തോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു താല്പര്യങ്ങളുടെ പുറത്തൊക്കെ ഉണ്ടാവുന്ന ഗ്രൂപ്പുകളുണ്ട്. എന്നിരുന്നാൽ പോലും ഗ്രൂപ്പുകൾ കോൺഷ്യസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ഉണ്ട്, അല്ലേ? അപ്പോൾ ആ ഗ്രൂപ്പ് ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഫോർമേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് കം ടുഗദർ, ഇന്ററാക്ട് ആൻഡ് ഗ്രാജുവലി ഡെവലപ്പ് എ ഷെയർഡ് ഐഡന്റിറ്റി ആസ് എ കളക്റ്റീവ്. അപ്പോൾ ഗ്രൂപ്പ് ഫോർമേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന രീതിക്ക് തന്നെ നിങ്ങൾ അതിനെ ഡിഫൈൻ ചെയ്യണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരുമിച്ച് വരികയും പരസ്പരം സഹകരിക്കുകയും
അപ്പോൾ ആൾക്കാർ എന്താണ് നമ്മൾ പറയുന്നത്, ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് ആൾക്കാർ ഒരുമിച്ച് കൂടുകയും പരസ്പരം സഹകരിക്കുകയും അതുപോലെ അവരുടെ ഇടയിൽ നമ്മളൊരു ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി അവർക്ക് ഉണ്ടാവുകയും അല്ലെ നമ്മളൊരു കൂട്ടായ്മയാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി ഫോം ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്രൂപ്പ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ഓർഗനൈസേഷനിലും നാച്ചുറലി പീപ്പിൾ ക്ലസ്റ്റർ ഇൻ ടു ഗ്രൂപ്പ്സ്, അല്ലെ അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളും പേഴ്സണൽ നീഡ്സിനും അനുസരിച്ച് അവർ നാച്ചുറലി ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഗ്രൂപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കൽ ഇമ്പോർട്ടന്റ് ആണ്, എസെൻഷ്യൽ, ബിക്കോസ് ഇറ്റ് ഇൻഫ്ലുവൻസസ് കോപ്പറേഷൻ, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ എക്സെട്ര. അപ്പോൾ നാച്ചുറലി ഉണ്ടാവുന്ന ഗ്രൂപ്പുകളും ഉണ്ട്. എന്നിരുന്നാൽ പോലും ഗ്രൂപ്പ് ഫോർമേഷൻ ഒരു പ്രോസസ്സ് തന്നെയാണ്. ആ ഗ്രൂപ്പ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മളിപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയത്. എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും? റീസൺസ് ഫോർ ഗ്രൂപ്പ് ഫോർമേഷൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ സെക്യൂരിറ്റി, ബിലോങ്ങിനെസ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ആൾക്കാർ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിനെസ് തോന്നാനും അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും അവർക്കൊരു സപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് ആൾക്കാർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ സോഷ്യൽ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ, സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ, പരസ്പരം ആളുകളായിട്ട് സഹകരിക്കുക, സംസാരിക്കുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഡൗട്ട്സ് വന്നാൽ പരസ്പരം ചോദിച്ചത് മനസ്സിലാക്കുക, ഇതിനു വേണ്ടിയിട്ടൊക്കെ ഗ്രൂപ്പുകൾ ഫോം ചെയ്യാറുണ്ട്. എൻഹാൻസ്മെന്റ് ഓഫ് സെൽഫ് എസ്റ്റീം. അപ്പോൾ ഇൻഡിവിജ്വൽസിന് എന്താ പറയാ, ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ അവർക്കൊരു അവർക്ക് തന്നെ ഒരു വാല്യൂ കിട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് റെക്കഗ്നീഷനോ ഇമ്പോർട്ടൻസോ ഒക്കെ കിട്ടുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പം ഈ ഗ്രൂപ്പിൽ ചേരുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മെമ്പർ ആയിരിക്കുക എന്ന് പറയുന്നത് അവരുടെ സെൽഫ് എസ്റ്റീം എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ ലേണിംഗ് ആൻഡ് ഐഡന്റിറ്റി ഫോർമേഷൻ, ലേണിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ, ഏതൊരു ഇൻഡിവിജ്വൽ ഒരു ഓർഗനൈസേഷനകത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി ധാരണ ഉണ്ടാവില്ല. അപ്പൊ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ഫോം ചെയ്യാം, ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാനും ഈ ഗ്രൂപ്പിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്ന് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്രൂപ്പുകൾ ചേരാറുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ ഫോം ചെയ്യാറുണ്ട്. അതുപോലെ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട്. ആ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? ഗ്രൂപ്പുകളിൽ കൂടെ ആൾക്കാർ ഒത്തുചേർന്ന് ഉണ്ടാവുന്ന പല പല ഗ്രൂപ്പുകളിൽ കൂടെ ആ പല പല ഗ്രൂപ്പിന് പല ടാസ്ക് അസൈൻ ചെയ്ത് അത് മീറ്റ് ചെയ്യുന്നത് വഴിയാണ് ഓർഗനൈസേഷൻ ഒരു ടോട്ടൽ ഗോൾ. നമുക്ക് ഈ വർഷം ഇത്ര എന്താ പറയാ സെയിൽസ് വേണം എന്ന് പറയുന്ന ഓർഗനൈസേഷന് ഗോൾ മീറ്റ് ചെയ്യണമെങ്കിൽ പല പല ഡിപ്പാർട്ട്മെന്റ് ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഇതൊക്കെയാണ് ഒരു ഗ്രൂപ്പ് ഓർഗനൈസേഷനിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിന്റെ കാരണങ്ങൾ. ഇനി എങ്ങനെയാണ് ഗ്രൂപ്പ് ഫോർമേഷൻ നടക്കുന്നത് എന്നതിനെ പറ്റി പല പല മോഡലുകളുണ്ട്. മോഡലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സൈക്കോളജിയിൽ മെമ്മറി മോഡൽസ് പഠിക്കാറുണ്ട്, അല്ലേ? പല പല മെമ്മറി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് മെമ്മറി മോഡൽ. ഡിഫറെന്റ് മെമ്മറി മോഡൽസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതിനെ പറ്റി ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ബ്രൂസ് ടെക്മാൻസിന്റെ ബ്രൂസ് ടെക്മാൻ എന്ന് പറഞ്ഞ റിസർച്ചറിലെ 5 സ്റ്റേജ് മോഡൽ ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. അപ്പോൾ ബ്രൂസ് ടെക്മാൻ പറഞ്ഞത് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് 5 ഡിഫറെന്റ് സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. ആ ഒരു 5 സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടാണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് എന്നാണ് ബ്രൂസ് ടെക്മാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 1965 അദ്ദേഹത്തിന്റെ വന്ന ഒരു കോൺട്രിബ്യൂഷൻ ആണ് ബ്രൂക്സ് ടെക്മാൻസ് 5 സ്റ്റേജ് മോഡൽ ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റേജ് മോഡൽ, ബ്രൂസ് ടെക്മാന്റെ സ്റ്റേജ് മോഡലൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എംഫസൈസ് കൊടുത്ത് തന്നെ നിങ്ങൾ അത് പഠിക്കുക. അപ്പൊ ആ സ്റ്റേജസ് പഠിക്കുമ്പോൾ അതിന്റെ ഓർഡറിൽ തന്നെ അത് പഠിക്കുക കേട്ടോ. ഇത് ഇതൊരു പ്രോസസ് ആണ്. എന്താ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് തുടങ്ങി രണ്ടാമത്തെ സ്റ്റേജിൽ കൂടെ പോയി മൂന്നാമത്തെ സ്റ്റേജിൽ കൂടെ പോയി 4, 5 ഇങ്ങനെ പോകുന്ന ഒരു കണ്ടിന്യൂവേഷൻ പോലെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ സ്റ്റേജസിന്റെ ഓർഡർ തെറ്റാതെ പഠിക്കുക. ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? ദ ഫോമിംഗ് സ്റ്റേജ്. രണ്ടാമത്തേത് ദ സ്റ്റോമിംഗ് സ്റ്റേജ്. തേർഡ് ദ നോമിംഗ് സ്റ്റേജ്. ഫോർത്ത് വൺ ദ പെർഫോമിംഗ് സ്റ്റേജ് ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് അഡ്ജേണിംഗ് സ്റ്റേജ്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വളരെ സിമ്പിൾ ആണ് പഠിച്ചെടുക്കാൻ. ആ പേര് തന്നെ ഉണ്ട്, അതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്ക് കിട്ടും. എന്നിരുന്നാലും അത് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഓരോ സ്റ്റേജിന്റെയും ഡിസ്ക്രിപ്ഷൻ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക.
ഫോമിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഗ്രൂപ്പ് ഡെവലപ്മെന്റിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ആണ് ഫോമിംഗ് സ്റ്റേജ്. ഇവിടെ ആൾക്കാർ ഒരുമിച്ച് ഒത്തുചേരുകയും പരസ്പരം മനസ്സിലാക്കുകയും എന്താണ് നമ്മുടെ ഒരു പർപ്പസ് എന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ആ സ്ട്രക്ചറിനെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ പറ്റിയോ ആ ഗ്രൂപ്പിന്റെ പൊതുവായിട്ടുള്ള എന്താ പറയാ ഒബ്ജക്റ്റീവിനെ പറ്റിയൊക്കെ മനസ്സിലാകുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ദ ഫോമിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സ്റ്റേജിൽ ആൾക്കാർ വളരെ പെട്ടെന്ന് ഒരു പുതിയ ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ പൊതുവെ ആൾക്കാർ എങ്ങനെയായിരിക്കും? വളരെ നൈസ് ആയിട്ട് ബിഹേവ് ചെയ്യും, പൊളൈറ്റ് ആയിരിക്കും, കോഷ്യസ് ആയിരിക്കും. എന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റും വരരുത് അല്ലേ? കോഷ്യസ് ആയിട്ടായിരിക്കും ഇടപെടുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ആർക്കും അവന് ഞാൻ എന്താണ് ഗ്രൂപ്പിൽ ചെയ്യേണ്ടത്, എനിക്ക് എന്ത് റോളാണ് എന്നതിനെ പറ്റി അധികം ധാരണയൊന്നും ഉണ്ടാവില്ല ഈ സ്റ്റേജിൽ. അതുപോലെ ഓരോരുത്തരും പരസ്പരം ഡിപ്പെൻഡന്റ് ആയിരിക്കും. എന്താണ് ചെയ്യേണ്ടത്, താങ്കൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് സ്റ്റേജ് ആണ് ദ ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ദ ഫോമിംഗ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ദ സ്റ്റോമിംഗ് സ്റ്റേജ്. സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഈ സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിസഗ്രിമെന്റ് എമംഗ് മെമ്പേഴ്സ്. ആൾക്കാരുടെ ഇടയിൽ പരസ്പരം പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റുകളും അല്ലെങ്കിൽ അവരുടെ ഡിസഗ്രിമെന്റ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് സ്റ്റോമിംഗ് ഫേസ്. അപ്പോൾ ആൾക്കാർ അവരുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അല്ലെ അവരുടെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചോ ഒക്കെ അവരെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയാ ഡിഫറൻസുകൾ ഉണ്ടാവാം. പല പല നമ്മൾ മുമ്പേ ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ പറഞ്ഞ പോലെ പല പല പേഴ്സണാലിറ്റി ഉള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള വാല്യൂസ് ഉള്ള ആൾക്കാരാണ് ഒരു ഗ്രൂപ്പിലോട്ട് വരുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഈ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഘടകങ്ങൾ വരുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവും അല്ലെ? ആ സ്റ്റേജ് ആണ് സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൾക്കാർ കൂടുതലായിട്ട് അവനവനെ പറ്റി എക്സിബിറ്റ് ചെയ്യുമ്പോൾ ആണ് ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ some members may challenge authority or compete for influence. Although the stage may create tension, it is important for clarifying roles or resolving misunderstanding. ഇപ്പം ഈ സ്റ്റേജ് ഒരു കോൺഫ്ലിക്റ്റിംഗ് ആണെന്ന് പറയുമ്പോഴും ഈ കോൺഫ്ലിക്റ്റുകൾ എന്തിലോട്ടാണ് നയിക്കുന്നത്? കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് അല്ലെങ്കിൽ ക്ലാരിറ്റിയിലോട്ട്. എന്താണ് ഓരോരുത്തരും ചെയ്യേണ്ടത്, എന്താണ് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന റോള് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേജ് ഹെൽപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജ് സ്റ്റോമിംഗ് സ്റ്റേജ്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഫോർമേഷന്റെ സ്റ്റേജസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് നോമിങ്. നോമിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നോമിങ് സ്റ്റേജ് ഈസ് വെൻ ഗ്രൂപ്പ് കൊഹഷൻ ബിഗിൻസ് ടു ഡെവലപ്പ്. രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ കണ്ടു, കോൺഫ്ലിക്റ്റും ഡിസഗ്രിമെന്റ്സും റൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. ഇനി മൂന്നാമത്തെ നോമിങ് സ്റ്റേജസിലോട്ട് വരുമ്പോൾ കൂടുതൽ ഒരു ഗ്രൂപ്പ് കൊഹഷൻ, ഒന്നായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രോസസ്സിലോട്ട് വരുന്ന ടൈമാണ്. മെമ്പേഴ്സ് ഗ്രാജുവലി റിസോൾവ് ദ ഡിഫറൻസസ് ആൻഡ് ബിഗിൻ ടു കോപ്പറേറ്റ് വിത്ത് വൺ അനദർ. അപ്പൊ ആൾക്കാർ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അവരുടെ ഡിഫറൻസുകൾ മനസ്സിലാക്കി കൂടുതൽ ഒന്നായിട്ട് പ്രവർത്തിക്കാൻ, കോപ്പറേഷനോട് കൂടി പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരു സ്റ്റേജ് ആണ് നോമിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സ്റ്റേജിലാണ് ഗ്രൂപ്പ് നോംസ്, ഗ്രൂപ്പിന്റെ വാല്യൂസ് എന്തായിരിക്കണം, എക്സ്പെക്ടേഷൻസ് എന്തായിരിക്കണം, ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ആൾക്കാർക്ക് പരസ്പരം ഒരു വിശ്വാസവും ഒരു ബഹുമാനവും റെസ്പെക്റ്റും അവർ കൂടുതലും പരസ്പരം മനസ്സിലാക്കി പെരുമാറുന്ന സ്റ്റേജ് ആണ് ദ തേർഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് നോമിങ്. മൂന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റേജ് പെർഫോമിങ്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഏകദേശം പരസ്പരം ഒരു ധാരണയൊക്കെ വന്നു, ആൾക്കാർ തമ്മിൽ ഒരു കൊഹഷൻ ഒക്കെ ഉണ്ടായി. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? പെർഫോം ചെയ്യണം. ദ പെർഫോമിംഗ് സ്റ്റേജ് ഈസ് വെൻ ദ ഗ്രൂപ്പ് ബിക്കംസ് ഫുള്ളി ഫങ്ഷണൽ ആൻഡ് പ്രൊഡക്റ്റീവ്. ആ പ്രൊഡക്റ്റീവ് ആവുന്ന ഫേസ് ആണ് പെർഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. മെമ്പേഴ്സ് വർക്ക് കൊളാബറേറ്റീവ്ലി, പെർഫോം ദർ റോൾസ് എഫിഷ്യൻലി ആൻഡ് ഫോക്കസ് ഓൺ അച്ചീവിംഗ് ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഇവിടെ ശരിക്കും ഗ്രൂപ്പിന്റെ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൊളാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്ത് ഗ്രൂപ്പിന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്റ്റേജ് ആണ് പെർഫോമിംഗ് സ്റ്റേജ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ബിക്കം ഓപ്പൺ ആൻഡ് ഇഫക്റ്റീവ് ആൻഡ് മെമ്പേഴ്സ് ഷോ എ ഹൈ ലെവൽ ഓഫ് കോപ്പറേഷൻ. അപ്പൊ ഇവിടെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ആൾക്കാർ തമ്മിൽ വളരെയധികം അണ്ടർസ്റ്റാൻഡിങ്ങും കോപ്പറേഷനും ഒക്കെ ഉണ്ടാവും. അതുപോലെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ പ്രോബ്ലംസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്ന സ്റ്റേജ് ആണ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? ആ ഗ്രൂപ്പ് പെർഫോം ചെയ്തു, ആ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഓക്കെ, ഈ ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? അഡ്ജേണിംഗ്. ദ അഡ്ജേണിംഗ് സ്റ്റേജ് ഇസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ്. ഏറ്റവും ഫൈനൽ സ്റ്റേജ് ആണ്. ഓഫ്കോഴ്സ് മെയിൻലി ഇൻ ടെമ്പററി ഗ്രൂപ്പ് സച്ച് ആസ് പ്രോജക്ട് ടീംസ്, കമ്മിറ്റീസ് ആൻഡ് ടാസ്ക് ഫോഴ്സസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഗ്രൂപ്പിലും ഈ ഫിഫ്ത്ത് സ്റ്റേജ് അഡ്ജേണിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് പോകണമെന്നില്ല. ചില ടെമ്പററി ഗ്രൂപ്പുകൾ മാത്രമാണ് ഈ അഡ്ജേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിലോട്ട് കടക്കുന്നത്. അഡ്ജേണിംഗ് സ്റ്റേജിൽ എന്താണ് നടക്കുന്നത്? അപ്പൊ ഇവിടെ ഗ്രൂപ്പ് അവരുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ആ ഗ്രൂപ്പ് ഡിസ്ബാൻഡ് ചെയ്യാണ്, പിന്നെ ആ ഗ്രൂപ്പ് പിരിച്ചുവിടുകയാണ്. ഓക്കെ, അപ്പൊ
അവരുടെ ഗോൾസ് അവർക്ക് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇനി അതല്ല തിരിച്ച് മറിച്ചാണ് കേസെങ്കിൽ അവർക്ക് എന്താ പറയാ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക് മെയിൻ ആയിട്ട്. ഓക്കെ. അപ്പൊ ഈ അഡ്ജേണിംഗ് സ്റ്റേജ് എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേജ് ആണ്. എല്ലാ ഗ്രൂപ്പിനും അഡ്ജേണിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജ് ഇല്ല. ടെമ്പററി ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് മാത്രമാണ് ഈ ഫേസ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പ് ഫോർമേഷൻ. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ റെലവന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഘടകമാണ് പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി ഫിസിക്കൽ ക്ലോസ്നെസ് പ്രൊമോട്ട്സ് ഇന്ററാക്ഷൻ ആൻഡ് ഇൻക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും പെട്ടെന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യാൻ? പ്രോക്സിമിറ്റി ഒരു ഘടകമാണ്. ഫിസിക്കൽ ക്ലോസ്നെസ് അല്ലെ, ഫിസിക്കലി അവരുടെ ഒരു സാമീപ്യം, അതൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അതുപോലെ സിമിലാരിറ്റി, ഷെയർഡ് ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ബാക്ക്ഗ്രൗണ്ട്സ് എൻകറേജ് ബോണ്ടിങ്. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് ഏകദേശം സിമിലർ ആയിട്ടുള്ള താല്പര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഒരുപോലുള്ള വാല്യൂ സിസ്റ്റമോ അല്ലെങ്കിൽ ഒരുപോലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരോ ഒക്കെയാണ് പെട്ടെന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യാനായിട്ട് ചാൻസ് കൂടുതൽ അല്ലെ. സിമിലാരിറ്റി, സാമ്യത ഒരു അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ദെൻ കോംപ്ലിമെന്ററി സ്കിൽസ്. കോംപ്ലിമെന്ററി സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ജോയിൻ ഗ്രൂപ്പ്സ് വേർ ദെയർ യുണീക് എബിലിറ്റീസ് ഫിറ്റ് വെൽ ഓർ ആഡ് വാല്യൂ. അപ്പൊ അവരുടെ സ്കിൽസ് ആ ഗ്രൂപ്പായിട്ട് ചേർന്ന് പോകുന്ന ഗ്രൂപ്പിലായിരിക്കും ആൾക്കാർ കൂടുതലായിട്ട് ഇൻ ആവാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. ഇപ്പൊ കോംപ്ലിമെന്ററി സ്കിൽസ് അനദർ ഒരു ഫാക്ടർ ആണ്. അത് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് ട്രസ്റ്റ്, പോസിറ്റീവ് ഫീലിംഗ്സ് അല്ലെങ്കിൽ കംഫർട്ട് ആൻഡ് റിലയബിലിറ്റി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ആൻഡ് ഗ്രൂപ്പ് ടൈപ്സ്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബോണ്ട് ഉണ്ട്, ഒരു ട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരായിരിക്കും ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആൾക്കാർ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ഓർഗനൈസേഷന്റെ കൾച്ചർ. അപ്പോൾ എന്താണ്, ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൾച്ചറാണ് അല്ലെങ്കിൽ ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്കിനെ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൾച്ചർ ആണെങ്കിൽ അവിടെ അതും ഗ്രൂപ്പിന്റെ ഫോർമേഷനെ നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടർ ആണ്. ദെൻ കോമൺ ഗോൾസ്. അപ്പം ഷെയർഡ് ഒബ്ജക്റ്റീവ്സ് ഓർ ചലഞ്ചസ് നാച്ചുറലി ബ്രിങ് ഇൻഡിവിജ്വൽസ് ടുഗദർ ടു വർക്ക് കളക്റ്റീവ്ലി. അപ്പൊ നമുക്കറിയാം എന്തെങ്കിലും ഒരു ചലഞ്ചസ് ഒരു ക്രൈസിസ് ഒക്കെ വരുമ്പോൾ ആൾക്കാർ നാച്ചുറലി തന്നെ ഗ്രൂപ്പായിട്ട് പല പല ഗ്രൂപ്പുകളായിട്ട് ഫോം ചെയ്ത് അതിനു വേണ്ടി പ്രവർത്തിക്കാറുണ്ട് അല്ലെ. കോമൺ ഗോൾസ് ഉണ്ടായിരിക്കുമ്പോൾ അവിടെ ഗ്രൂപ്പുകൾ ഫോം ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പ് ഫോർമേഷൻ. ഗ്രൂപ്പ് ഫോർമേഷനെ സംബന്ധിച്ച് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിന്റെ ഒരു ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതാണ്. ഓക്കെ. ഒരു ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്ട്രക്ചർ ഓഫ് എ ഗ്രൂപ്പ് റെഫേഴ്സ് ടു ദ ഓർഗനൈസ്ഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ്, റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ദാറ്റ് ഡെവലപ്പ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് ദ ഗ്രൂപ്പ് ബിഗിൻസ് ടു ഫംഗ്ഷൻ. അപ്പൊ ഒരു ഗ്രൂപ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനകത്തെ ആൾക്കാർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ഓരോരുത്തരുടെ റോൾ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഓരോരുത്തരിൽ നിന്നും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്, ആ ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താണ്, ഇതിനെയൊക്കെയാണ് ഈ ഒരു പാറ്റേണിനെയാണ്, ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് ആ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ സ്ട്രക്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്? ഒന്ന്, റോൾ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ റോളുകൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് കൊടുത്തിരിക്കണം, ഓരോരുത്തർക്കും എന്ത് റോളാണ് ചെയ്യേണ്ടത്, ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന റോൾ എന്താണ്, ആ റോളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു എന്താ പറയാ ഒരു പ്രവർത്തനം എങ്ങനെയുള്ളതാണ്, അതിനെയാണ് റോൾ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പിന്റെ സ്ട്രക്ചറിന്റെ ഏറ്റവും കീ കമ്പോണന്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ റോളുകൾ അസൈൻ ചെയ്ത് കൊടുക്കുകയും ആ റോളുകൾ അവർ നന്നായിട്ട് ആ റോളിൽ നിന്ന് ആ റോള് എന്ന് പറയുമ്പോൾ അതിൽ അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അസൈൻ ചെയ്ത് കൊടുക്കുകയുമാണല്ലോ. ഓക്കെ. അപ്പൊ എവറി മെമ്പർ ഇൻ എ ഗ്രൂപ്പ് കനോട്ട് പെർഫോം ദ സെയിം ഫംഗ്ഷൻ. ഒരു ഗ്രൂപ്പിൽ 10 പേരുണ്ട് അല്ലെങ്കിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് ഒരേ റോൾ ആയിരിക്കില്ല, ഒരേ ഫംഗ്ഷൻ ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള എബിലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക സ്കില്ലും ഒക്കെ വെച്ചിട്ട് അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. ചിലർ ലീഡേഴ്സ് ആയിട്ടോ അല്ലെ ഓർഗനൈസേഴ്സ് ആയിട്ടോ ഒക്കെ മാറുമ്പോൾ ചിലർ സപ്പോർട്ടേഴ്സോ അല്ലെങ്കിൽ റെക്കോർഡ് കീപ്പേഴ്സോ പോലുള്ള റോളുകളായിരിക്കും ആ ഗ്രൂപ്പിൽ ചിലർക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ റോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ഗുണം എന്താണ്? റോൾ ഡിഫറൻഷിയേഷൻ ഹെൽപ്സ് ദ ഗ്രൂപ്പ് ഒന്ന് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബൈ എൻഷുറിംഗ് ദാറ്റ് ടാസ്ക്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ക്ലിയർ. അപ്പോൾ അവിടെ ആരാണ് എന്ത് റോളാണ് ചെയ്യേണ്ടതെന്ന് പിന്നെ ഒരു ഡൗട്ട് ഇല്ല.
ഓക്കെ, ക്ലിയർ ആയിരിക്കും. അതുപോലെ ഓരോ റെസ്പോൺസിബിലിറ്റി, ഒരു കാര്യം ചെയ്തില്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ആ റോൾ ആർക്കാണോ കൊടുത്തിരിക്കുന്നത് അവർക്കായിരിക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് റോൾ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് കമ്പോണന്റ് എന്താണ്? സ്റ്റാറ്റസ് ഡിഫറൻഷിയേഷൻ. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റസ് റെഫേഴ്സ് ടു ദ റിലേറ്റീവ് പ്രസ്റ്റീജ്, ഇൻഫ്ലുവൻസ് ഓർ ഇമ്പോർട്ടൻസ് ദാറ്റ് എ മെമ്പർ ഹോൾഡ്സ് വിത്തിൻ ദി ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു മെമ്പർക്ക് കിട്ടുന്ന പ്രിവിലേജ് പ്രസ്റ്റീജോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻഫ്ലുവൻസിനെയും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ചാൻസോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിലോ ഒന്നും ഈക്വൽ ആയിട്ടുള്ള റോളുകളല്ല ഉണ്ടാവുക. അപ്പോൾ ചിലർക്ക് ഹയർ സ്റ്റാറ്റസ് ആയിരിക്കും, ചിലർക്ക് ലോവർ സ്റ്റാറ്റസ് ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ സുപ്പീരിയർ അതോറിറ്റിക്ക് കുറച്ച് കൂടുതൽ സ്റ്റാറ്റസ് ഉണ്ടാകും, സബോർഡിനേറ്റ്സിന് അവരുടെ സ്റ്റാറ്റസ് അതുമായിട്ട് കമ്പയർ ചെയ്ത് ചെയ്യുമ്പോൾ ലോവർ സ്റ്റാറ്റസ് ആയിരിക്കും. അപ്പൊ സ്റ്റാറ്റസ് ഡിഫറൻഷിയേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ദീസ് ഇൻഫ്ലുവൻസസ് ഹൂസ് ഒപ്പീനിയൻസ് ആർ വാല്യൂഡ് ആൻഡ് ഹൂ ടേക്സ് ദ ലീഡ്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് റിസോൾവ് ചെയ്യേണ്ടത്, ഇതൊക്കെയും തീരുമാനിക്കുന്നത് ഈ സ്റ്റാറ്റസ് ഡിഫറൻഷിയേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും എന്ത് സ്റ്റാറ്റസ് ആണുള്ളത്, അപ്പൊ ആരുടെ ഒപ്പീനിയൻ ആണ് വില കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ വന്നാൽ അത് എങ്ങനെയാണ് റിസോൾവ് ചെയ്യേണ്ടത്, അപ്പൊ ഇതൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത് സ്റ്റാറ്റസ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞ കമ്പോണന്റിൽ നിന്നാണ്. ഇനി തേർഡ്, നോംസ് ഫോർമേഷൻ. ഒരു ഗ്രൂപ്പിനകത്ത് നമുക്കറിയാം, ഒരു ഗ്രൂപ്പ് ഫംഗ്ഷൻ വളരെ ക്ലിയർ കട്ടായിട്ട് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? റോളുകൾ കറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തു, സ്റ്റാറ്റസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ അവിടെ ചില നോംസ് വേണം അല്ലെ? നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോംസ് ആർ ഷെയർഡ് റൂൾസ്, എക്സ്പെക്ടേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഗൈഡ് ദ ബിഹേവിയർ ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ പെരുമാറ്റങ്ങളെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ആ പെരുമാറ്റങ്ങളെ തീരുമാനിക്കുന്ന ചില നിയമങ്ങൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, എക്സ്പെക്ടേഷൻസ്, അല്ലെങ്കിൽ അവർ ഒരു സ്റ്റാൻഡേർഡിൽ ബിഹേവ് ചെയ്യണം എന്നതിനെയാണ് നോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നോംസ് എക്സ്പ്ലിസിറ്റ് ആവാം, ചില ഗ്രൂപ്പുകളിൽ ഇംപ്ലിസിറ്റ് ആവാം. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കറക്റ്റ് ആയിട്ട് എന്താ പറയുക, എവിഡന്റ് ആയിട്ടുള്ള ചില നോംസുകൾ ഉണ്ടാവാം, വളരെ എഴുതി വെക്കപ്പെട്ട നോംസുകൾ ഉണ്ടാവാം. ഇത്ര മണിക്ക് ഓർഗനൈസേഷനകത്ത് അല്ലെങ്കിൽ ഹാജരാവണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില നോംസുകൾ ഉണ്ടല്ലോ. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളതും ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള നോംസുകളും ഗ്രൂപ്പുകളിൽ ഉണ്ടാവാം. അപ്പൊ എന്തായാലും ഗ്രൂപ്പിൽ ഒരു നോം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഗ്രൂപ്പിന്റെ അനതൊരു കമ്പോണന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ 3 കമ്പോണന്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് റോൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കണം, റോൾ ഡിഫറൻഷിയേഷൻ, ദെൻ സ്റ്റാറ്റസ് ഡിഫറൻഷിയേഷൻ ആൻഡ് നോംസ് ഫോർമേഷൻ. അപ്പൊ ഈ കമ്പോണന്റിന്റെ കീഴിൽ വരുന്ന ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് ആണ് ഗ്രൂപ്പ് കൊഹസീവ്നെസ്. ഓക്കെ, ആ ഗ്രൂപ്പിന്റെ ഒരു ഒത്തൊരുമ, ഒരു കെട്ടുറപ്പ് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രൂപ്പ് കൊഹസീവ്നെസ്സിനെ? നമുക്ക് ഇങ്ങനെ പറയാം, ഗ്രൂപ്പ് കൊഹസീവ്നെസ് refers to the degree of attraction, unity and emotional bonding that members feel toward their group. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഏതൊരു എംപ്ലോയിക്കും ആ എംപ്ലോയി ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇമോഷണൽ ബോണ്ടിങ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനോടുള്ള ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു എന്താ പറയാ, ഒരു അഫെക്ഷൻ, ബോണ്ടിങ്ങിനെയൊക്കെയാണ് ആ ഗ്രൂപ്പിന്റെ കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കൊഹസീവ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ സ്ട്രോങ്ലി ഇൻഡിവിജ്വൽസ് ഐഡന്റിഫൈ വിത്ത് ദ ഗ്രൂപ്പ്. അപ്പൊ ആ ഗ്രൂപ്പ് കൊഹസീവ്നെസ് കൂടുതലാണെങ്കിൽ ആ ഗ്രൂപ്പുമായിട്ട് എത്രമാത്രം താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്നത് കാണിക്കണം അല്ലെ? അപ്പൊ ഒരു കൊഹസീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിനകത്ത് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, പരസ്പര സഹകരണം, കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, വളരെ വിശാലമായിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, ആൾക്കാർ തമ്മിൽ നമ്മളൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്നുള്ളൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടായിരിക്കണം. അപ്പൊ കൊഹസീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ മാത്രമേ ആൾക്കാർക്ക് വളരെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാനും റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം കൊഹസീവ്നെസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പിൽ ആൾക്കാർ കൂടുതൽ കാലം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് നാച്ചുറലി ഡെവലപ്പ് ചെയ്യുന്നതാണ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൈ കൊഹസീവ്നെസ് എന്ന് പറയുന്നത് അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കൂടുതലായിട്ട് ആ ഒരു കെട്ടുറപ്പ്, ഒത്തൊരുമ ഉണ്ടാവുക എന്ന് പറയുന്നതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാ ഒരു കൊഹസീവ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പരസ്പരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും, കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ തന്നെ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് അത് എന്ത് ചെയ്യും, അത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ,
ഇതുപോലെ എന്താ പറയാ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ പൊസസീവ്നെസ് എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ഒരു പോസിറ്റീവ് വശം മാത്രമല്ല കേട്ടോ ഉള്ളത്. പൊസസീവ്നെസ്സിന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ശരിക്കും ഗ്രൂപ്പ് തിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫിനോമിന ആയിട്ട് പറയാറുണ്ട്. ഗ്രൂപ്പ് തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പിൽ ഒരു ഹൈലി കൊഹസീവ് ആയിട്ടുള്ള ഗ്രൂപ്പിലാണ് നമ്മളെങ്കിൽ അപ്പൊ നമുക്ക് ആ ഗ്രൂപ്പിന്റെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് എടുക്കുന്ന സ്റ്റെപ്സോ എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉം, ആ, കഴിവ് അവിടെ ഇല്ലാതാവുകയാണ്. അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് എന്താണ് പറയുന്നത്, അല്ലെ ആ ഗ്രൂപ്പിന്റെ പൊതുവായിട്ടുള്ള തീരുമാനം എന്താണോ അതിനനുസരിച്ച് അങ്ങ് പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഗ്രൂപ്പ് തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഗ്രൂപ്പിന്റെ ഡിസിഷൻസ് എന്തെങ്കിലും ബാഡ് ആണ്, അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാക്കില്ല എന്ന് അറിയാമെങ്കിൽ പോലും ആ ഗ്രൂപ്പ് പോസിറ്റീവ്നെസ് ഉള്ളത് കൊണ്ട് അതേ ഡിസിഷന്റെ പുറകെ പോകുന്നു, അല്ലെ അതനുസരിക്കുന്നു, അല്ലെങ്കിൽ അത് ഓക്കെ എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ ഗ്രൂപ്പിന്റെ കൊഹസീവ്നെസ് എന്ന് പറഞ്ഞാൽ ചില നെഗറ്റീവ് ഷെയ്ഡ്സ് അതിനുണ്ട്, എങ്കിൽ പോലും കൊഹസീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും ബെറ്റർ ആയിട്ട് ഓർഗനൈസേഷനകത്ത് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഗ്രൂപ്പുകൾ. ഓക്കെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിനകത്ത് ഒരു ഓർഗനൈസേഷനകത്തുള്ള ഗ്രൂപ്പിന്റെ പെർഫോമൻസിനെ നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയായിരിക്കും ഒരു ഓർഗനൈസേഷനകത്തെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അതിന്റെ ഗ്രൂപ്പിന്റെ പെർഫോമൻസിനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ? ഒന്നാമതായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് കൊഹസീവ്നെസ് ഉണ്ടാവണം, അല്ലെ? ഈ ഗ്രൂപ്പിലെ ആൾക്കാർ തമ്മിൽ പരസ്പര ധാരണയും ഒരു സപ്പോർട്ടും ഒരു കോപ്പറേഷനും കോൺഫ്ലിക്റ്റുകൾ കൺസ്ട്രക്റ്റീവ് ആയിട്ട് റിസോൾവ് ചെയ്യാനും ഒക്കെ പറ്റുന്ന സാഹചര്യത്തിൽ മാത്രമേ അങ്ങനെ ഒരു ഗ്രൂപ്പിന് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? രണ്ടാമത്തെ ഘടകം എന്താണെന്നറിയാമോ? ആ ഗ്രൂപ്പിന്റെ സൈസ്. വളരെ വലിയൊരു ഗ്രൂപ്പ് ആണെങ്കിലും വളരെ ചെറിയ ഒരു ഗ്രൂപ്പ് ആണെങ്കിലും ഈ രണ്ട് എക്സ്ട്രീമിറ്റീസിലും ഗ്രൂപ്പിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമോ? വളരെ വലിയ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടുത്തെ പ്രശ്നം എന്താണ്? അവരെ തമ്മിൽ എന്താ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അതിന്റെ ലീഡർക്ക് ബുദ്ധിമുട്ടായിരിക്കും. തീരെ ചെറിയൊരു ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ ഒരു ടോട്ടാലിറ്റി സ്കില്ലോ എബിലിറ്റീസിന്റെ ഒക്കെ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ അവർക്കും അത് ടാസ്കുകൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കണം എന്നില്ല. അപ്പൊ ഗ്രൂപ്പിന്റെ സൈസ് അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ആ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഗ്രൂപ്പിന്റെ സ്ട്രക്ചറിന്റെ കമ്പോണൻസ്, റോളുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം, സ്റ്റാറ്റസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കണം, നോംസ് ഉണ്ടാവണം. അപ്പൊ ആ ഗ്രൂപ്പിന്റെ സ്ട്രക്ചറും ആ ഗ്രൂപ്പിന്റെ പെർഫോമൻസിനെ നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ലീഡർഷിപ്പ് സ്റ്റൈൽ. ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുന്ന ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ലീഡർ എങ്ങനെയാണ്, എന്ത് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് അദ്ദേഹം ആ ഗ്രൂപ്പിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ കാഴ്ചവെക്കുന്നത് എന്നുള്ളത് ആ ഗ്രൂപ്പിന്റെ പെർഫോമൻസിനെ തീരുമാനിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ. സപ്പോർട്ടീവ് ആയിട്ടുള്ള ലീഡർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനകത്തുള്ള മെമ്പേഴ്സിന് നന്നായിട്ട് പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അഞ്ചാമത്തെ ഒരു ഘടകമാണ് മെമ്പർ സ്കിൽസ് ആൻഡ് ഡൈവേഴ്സിറ്റി. അതിൽ ഉണ്ടായിരിക്കുന്ന ആൾക്കാരുടെ കഴിവുകൾ, ഇല്ലേ? ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ സ്കിൽസിന്റെ ഒരു ടോട്ടാലിറ്റി ആണ് അതിനകത്ത് ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ മെമ്പേഴ്സ് നല്ല സ്കിൽ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഘടകമാണ് കേട്ടോ അത്, മെമ്പേഴ്സിന്റെ സ്കിൽ എന്ന് പറയുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ. ഓപ്പൺ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഒക്കെ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഒന്നും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് തീർച്ചയായിട്ടും നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ ടാസ്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് എന്താ പറയാ, ആ ടാസ്ക് എങ്ങനെയാണ് ആൾക്കാർക്ക് എന്താ പറയാ ഒരു കൊഹസീവ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ടാസ്കുകളാണോ ആ ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ടാസ്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എക്സ്റ്റേണൽ പ്രഷർ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. പുറത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിമാൻഡുകൾ ഉണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ത്രെറ്റ്സ് ഉണ്ടോ, ഇതൊക്കെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് എക്സ്റ്റേണൽ പ്രഷർ ശരിക്കും ഗ്രൂപ്പിനെ മോട്ടിവേറ്റ് ചെയ്യും. ഒട്ടും പ്രഷറൈസ്ഡ് അല്ലാത്തൊരു സാഹചര്യത്തിൽ ആൾക്കാർ അവരുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ചാൻസുകൾ കുറവാണെന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. അപ്പൊ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ പ്രഷർ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് പ്രഷർ നീഡ് ആവശ്യമാണ്. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മൾ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് എന്താണ്? ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൾക്കാർ, ഇൻഡിവിജ്വൽസ് കൂടി ചേർന്നുകൊണ്ടുള്ള ആണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. ഫോർമൽ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും അതിനകത്തെ ആൾക്കാരുടെ പരസ്പര സഹകരണം, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആ ഗ്രൂപ്പ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നതിനെ നിർണ്ണയിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് യൂണിറ്റ് 1 പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യാം.
ദെൻ യൂണിറ്റ് 2 ടീം ബിൽഡിംഗ് ആൻഡ് പെർഫോമൻസ് എന്നുള്ളതാണ് യൂണിറ്റ്. അപ്പോൾ ആദ്യം തന്നെ അതിനകത്ത് ഗ്രൂപ്പും ടീംസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞു തുടങ്ങുന്നത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് റെഫേഴ്സ് ടു ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് ഹു ഇന്ററാക്ട് ആൻഡ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ വൈൽ വർക്കിംഗ് ടുവാർഡ്സ് സർട്ടൺ ഒബ്ജക്റ്റീവ്. ഒരു പൊതുവായ ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുമ്പോൾ ആൾക്കാർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുകയും പരസ്പരം ഷെയർ ചെയ്യുകയും ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് ഉൾപ്പെടുന്നതിനെയാണ് നമ്മളൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്താ പറയുക, ഓർഗനൈസേഷൻ സെറ്റിംഗ്സിൽ വർക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പരസ്പരം കാര്യങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, സജഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ പരസ്പരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക ടാസ്കുകൾ ചെയ്യുന്നതിൽ. ഇതൊക്കെയാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്താ ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ പെർഫോമൻസ് ഓഫ് എ വർക്ക് ഗ്രൂപ്പ് ഈസ് സിംപ്ലി ദ കമ്പൈൻഡ് ഔട്ട്പുട്ട് ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഷെയർ ചേർന്ന് വരുന്നതാണ് ആ ഗ്രൂപ്പിന്റെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഗ്രൂപ്പ്. ഇനി ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടീം ഫങ്ഷൻസ് ഡിഫറെന്റ്ലി. It builds on coordinated effort and mutual support, allowing members to create positive synergy. ഇവിടെ ആൾക്കാർ കൂടുതലായിട്ടും ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ഇവിടെ ഒരു ഇൻഡിവിജ്വൽ എഫേർട്ടിനല്ല, ഇൻഡിവിജ്വൽസിന്റെ എഫേർട്ട് കൂടി ചേർന്നുകൊണ്ട് ഒരു കോമൺ ഔട്ട്കം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ആ ടീമിന് ഒരു എന്താ പറയാ ഒരു ടോട്ടൽ ഒരു കോമൺ ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൊളാബറേഷനും അതുപോലെ കമ്മ്യൂണിക്കേഷനും റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക. അപ്പോൾ എന്താ പറയാ അതുവഴി ഒരു കോമൺ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക. അത് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഒരു കോൺട്രിബ്യൂഷൻ ചേർത്ത് വച്ചുകൊണ്ടുള്ള ഒരു ടോട്ടാലിറ്റി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ടീം എന്ന് പറയുമ്പോൾ ആ ടീമിന്റെ പൊതുവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇൻഡിവിജ്വൽ ഷെയറിന് അവിടെ എന്താ പറയാ അതിനെ അല്ല, അതിന്റെ ടോട്ടാലിറ്റിനെ അല്ല നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ടീം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് കണക്കാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ഇത് ഗ്രൂപ്പും ടീമും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ എപ്പോഴാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ യുണീക് സ്ട്രെങ്ത് ഓഫ് ടീംസ് ഇൻ ജനറേറ്റിംഗ് ഹയർ പെർഫോമൻസ് ത്രൂ ദ ഇന്ററാക്ഷൻ സ്കിൽസ്. അപ്പൊ ഇവിടെ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ ഒരു എന്താ പറയാ ആൾക്കാരെ ഒത്തുചേർന്നുകൊണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം നന്നായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ശരിക്കും ടീം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ യുണീക്നെസ് ആണ് ആ ടോട്ടൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതാണ് ആ ഡിഫറൻസ് ഗ്രൂപ്പും ടീമും തമ്മിലുള്ള. പക്ഷെ ഇങ്ങനെ ഈ ഒരു ഡൊമൈനിൽ ടോട്ടൽ ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ടീമിൻ്റെത്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു പൊതുവായ ഔട്ട്കത്തിലോട്ട് നയിക്കുക. ഇങ്ങനെ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടെങ്കിൽ പോലും ഗ്രൂപ്പും ടീമും എന്ന് പറയുന്നത് ഒരുപാട് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും അത് തമ്മിൽ. ഓക്കെ, രണ്ട് സെറ്റിംഗ്സിലും എന്താ പറയാ ആൾക്കാർ എന്താ പറയാ അവരുടെ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ സിമിലർ ആയിരിക്കും. പൊതുവായിട്ടുള്ള ചില നോംസിന്റെ ബേസിസിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്. അവരുടെ ഇന്റർപേഴ്സണൽ പ്രോസസ്സ് സിമിലർ ആയിരിക്കും. അപ്പൊ ഗ്രൂപ്പും ടീമിലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാം, എങ്കിൽ പോലും ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട് മനസ്സിലാക്കുക. ഇനി ഒരു ഇഫക്റ്റീവ് ടീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പൊ ഒരു ഇഫക്റ്റീവ് ടീം ഉണ്ടാകണം, പക്ഷെ ടീം ഇഫക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിനെ സംബന്ധിച്ച് റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇഫക്റ്റീവ് ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം ആയിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ആൾക്കാർ ഒത്തുചേർന്നു ഒരുമിച്ച് വരുന്നു എന്നതുകൊണ്ട് ഒരു ടീം ആവുന്നില്ല. അവരെന്ത് ചെയ്യണം? അവരുടെ പരസ്പരമുള്ള ധാരണകൾ ഷെയർ ചെയ്യുകയും അതുപോലെ എന്താ പറയാ ഒരു ക്ലിയർ സ്ട്രക്ചർ ഉണ്ടാവുകയും ഒരു പോസിറ്റീവ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഒരു ഇഫക്റ്റീവ് ടീം ആവുന്നത്. ഇഫക്റ്റീവ് ടീംസ് ഡെമോൺസ്ട്രേറ്റ് എ കോമ്പിനേഷൻ ഓഫ് ടാസ്ക് ഓറിയന്റഡ് ആൻഡ് റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ക്വാളിറ്റീസ്. ഓക്കെ, അപ്പൊ ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വാളിറ്റീസും ഈ ഗ്രൂപ്പിലുണ്ട്. ടാസ്ക് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതകളും അതിന്റെ ഒരു ഭാഗമാണ്. ആ ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള വശങ്ങളും ഇവർ കൺസിഡർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമിനെയാണ് ഇഫക്റ്റീവ് ടീം എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും ഒരു ടീം ഇഫക്റ്റീവ് ആണെങ്കിൽ അതിന്റെ സവിശേഷതകൾ? ഒന്ന്, അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഗോൾസും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പർപ്പസും ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ഗോൾസ് ആൻഡ് ഷെയർഡ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ടീം ഓപ്പറേറ്റ്സ് വിത്ത് എ ക്ലിയർലി ഡിഫൈൻഡ് പർപ്പസ് ആൻഡ് വെൽ ആർട്ടിക്കുലേറ്റഡ് ഗോൾസ്. അവർക്ക് അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ ഡൗട്ട്സ് ഇല്ല. എന്താണ് നമ്മൾ നേടാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കോമൺ ഗോൾ എന്താണ് എന്നതിനെ പറ്റി അവിടെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കും.
അപ്പൊ എല്ലാ മെമ്പേഴ്സിനും ഈ ഒബ്ജക്റ്റീവ്സ് അവർ മനസ്സിലാക്കുകയും അവർക്കൊരു കമ്മിറ്റ്മെന്റ് ആ ഗോൾ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും ഒരു ഇഫക്റ്റീവ് ടീം ആണെങ്കിൽ അതിനകത്ത്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗോൾ ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു എന്താ ഏത് ഡയറക്ഷനിൽ വർക്ക് ചെയ്യണം, കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇല്ല അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എഫേർട്ട് എന്താ പറയുക കളക്റ്റീവ് ഔട്ട്കത്തിലോട്ട് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ടീം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീമിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഗോളുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്താണ്? ഡിഫൈൻഡ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്താണ് റോളും റെസ്പോൺസിബിലിറ്റീസും കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. ഓരോ ടീം മെമ്പറും എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, ഓരോരുത്തർക്കുമുള്ള റോൾ എന്താണ്, ആ റോൾ ചെയ്യുക എന്നതുകൊണ്ട് അവർക്ക് ആ റോളിലൂടെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്, അവർ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്താണ്? അവിടെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, അല്ലെ? ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഇൻഫോർമേഷൻസ് കറക്റ്റ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതാണ് മൂന്നാമത്തെ. ഒരു ടീം ഇഫക്റ്റീവ് ആണെങ്കിൽ അവിടെ വളരെ ഓപ്പൺ ആയിട്ടുള്ളതും ഇഫക്റ്റീവ് ആയിട്ടുള്ളതും ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാവണം. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. അതുപോലെ അവരൊരു കാര്യം പറയുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ ഓപ്പൺ ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ടീമിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട്. പരസ്പരമുള്ള ബഹുമാനവും വിശ്വാസവും ഉണ്ടായിരിക്കണം ടീം മെമ്പേഴ്സ് തമ്മിൽ. അപ്പൊ മെമ്പേഴ്സ് എന്താ പറയാ, അവർക്ക് എന്താ പറയാ, അങ്ങനെ ഒരു കോപ്പറേഷനോ അല്ലെങ്കിൽ എന്താ പറയാ, പരസ്പര ഒരു ബഹുമാനമോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റുകൾ കുറച്ച് കൊണ്ടുവന്ന് അവർ എന്താ പറയാ ഒരു കറക്റ്റ് എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതാണ് സപ്പോർട്ടീവ് ലീഡർഷിപ്പ് ആൻഡ് ഫെസിലിറ്റേഷൻ. നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലീഡർഷിപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? സപ്പോർട്ടീവ് ആയിരിക്കണം. ലീഡേഴ്സ് എങ്ങനെയുള്ള ആളായിരിക്കണം? ലീഡേഴ്സ് മസ്റ്റ് പ്രൊവൈഡ് ഡയറക്ഷൻ, സപ്പോർട്ട് ആൻഡ് കോർഡിനേഷൻ. ആ ടീമിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ പറ്റി കറക്റ്റ് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്ന ഒരാളായിരിക്കണം. ആ ടീം മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. അവരുടെ കോർഡിനേഷൻ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിവുള്ള ഒരാളായിരിക്കണം. അപ്പൊ സപ്പോർട്ടീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ടീമിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ കൊഹഷൻ ആൻഡ് ടീം സ്പിരിറ്റ്. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഗ്രൂപ്പ് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ കൊഹഷൻ. അതാണ് ഒരു ടീമിനെ സംബന്ധിച്ച് കൊഹഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഗ്രൂപ്പിലും ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. ആൾക്കാരുണ്ടോ, ഇൻഡിവിജ്വൽസ് ഉണ്ടോ, അവർ ചേർന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ, അവിടെ തീർച്ചയായിട്ടും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, നാച്ചുറലി റൈസ് ചെയ്യും, അല്ലെ? അപ്പൊ ഈ കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത് ഈ ടീം അതിനെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്. അപ്പൊ ഒപ്പീനിയൻസ് തമ്മിൽ, ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തമ്മിൽ ഡിഫറൻസുകൾ ഉണ്ടാവാം. അപ്പൊ അതെന്ത് ചെയ്യണം? ഡിസ്കഷനിൽ കൂടെയോ അല്ലെങ്കിൽ എന്താ പറയാ വളരെ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിൽ കൂടെയോ ഒക്കെ ഇത് കൺസ്ട്രക്റ്റീവ് ആയിട്ട് കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ഒരു ടീം മാത്രമേ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ടീം ആവുകയുള്ളൂ. ഇനി എട്ടാമത്തെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി ആൻഡ് പെർഫോമൻസ് ഓറിയന്റേഷൻ. അപ്പൊ ആൾക്കാർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, മെമ്പേഴ്സിന് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. അവർ ഒരു ഇൻഡിവിജ്വൽ ലെവലിലും ആസ് എ ടീം ഒരു കളക്റ്റീവ് ആയിട്ട് നിൽക്കുമ്പോഴും അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരിക്കണം. എന്താണ് നമ്മുടെ ടീം, എന്റെ ടീം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ പറ്റി ഇങ്ങനെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇഫക്റ്റീവ് ടീംസ് ആർ അഡാപ്റ്റബിൾ ടു ചേഞ്ചിങ് സിറ്റുവേഷൻസ് ആൻഡ് ഡിമാൻഡ്സ്. അപ്പൊ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എപ്പോഴും പ്രവർത്തിക്കുന്ന വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ്, അല്ലെ? സിറ്റുവേഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ട് വരാം. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഓരോ ഗവൺമെന്റ് 5 വർഷം കൂടുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് മാറുമ്പോൾ തന്നെ ഒരുപാട് പോളിസീസിൽ ഡിഫറൻസുകൾ വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ ബിസിനസ് ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ ഓരോ ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യാനായിട്ടും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം ഒരു കാര്യക്ഷമമായിട്ടുള്ള ടീമിന്. ദെൻ ലാസ്റ്റ് വൺ, സപ്പോർട്ട് ഫോർ ഇൻഡിവിജ്വൽ ഗ്രോത്ത് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ആൾക്കാരെ അവരുടെ ടീമില് പൊതുവായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഔഷധത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇതിനെയും കൂടെ കൺസിഡർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് മാത്രമേ ഒരു ഇഫക്റ്റീവ് ടീം ആവുകയുള്ളൂ.
ടീമിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ അത് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ്. ഒരു ടീം ഇഫക്റ്റീവ് ആവണം, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഇഫക്റ്റീവ് ടീം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അത് ജസ്റ്റ് പറയുന്നത്. ഇഫക്റ്റീവ് ടീം റെഫേഴ്സ് ടു ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ ടീം അച്ചീവ്സ് ഷെയർഡ് ഒബ്ജectives, stated objectives, maintains positive interpersonal relationship among members and support the individual well-being and development of its members. അപ്പോൾ ഒന്നാമതായിട്ട് ആൾക്കാർ തമ്മിൽ എന്തുണ്ടാവണം, വളരെ സ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം, പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം ആൾക്കാർ തമ്മിൽ, അതുപോലെ ഇൻഡിവിജ്വലിന്റെ വെൽബീയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം, അതുപോലെ ആൾക്കാരുടെ ഡെവലപ്മെന്റിനെയും കൺസിഡർ ചെയ്യുന്ന ഒരു ടീമിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് ടീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇഫക്റ്റീവ് ടീംസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഇഫക്റ്റീവ് ടീമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഒരു അനദർ മോഡൽ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ ഇഫക്റ്റീവ് ടീംസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ മുമ്പേ പൊതുവായി ജനറലായി കാറ്റഗറൈസ് ചെയ്തത് കൂടാതെ നമുക്കൊരു 3 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം. അതിനകത്ത് ഒന്നാമത്തെയാണ് കോണ്ടെക്സ്റ്റുവൽ ക്യാരക്ടറിസ്റ്റിക്സ്, കമ്പോസിഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെയാണ് കോണ്ടെക്സ്റ്റുവൽ ക്യാരക്ടറിസ്റ്റിക്സ്. ആ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ എന്താ പറയാ ഓർഗനൈസേഷന്റെ എന്താ പറയാ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്വേറ്റ് റിസോഴ്സസ് ഉണ്ടോ, ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ആണോ ആ ടീമിനകത്തുള്ളത്, അതുപോലെ ഒരു ട്രസ്റ്റ് എന്താ പറയാ ക്ലൈമറ്റ് ഓഫ് ട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യും, അതിനനുസരിച്ചുള്ള റിവാർഡുകൾ കൊടുക്കുകയും ചെയ്ത ഒരു സിസ്റ്റം ആണോ, ഒരു കോണ്ടെക്സ്റ്റ് ആണോ ഓർഗനൈസേഷൻ അകത്തുള്ളത്. ഇതിനെയാണ് കോണ്ടെക്സ്റ്റുവൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കമ്പോസിഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ടു കൺസ്റ്റിറ്റ്യൂട്ട് ദ ടീം. അപ്പൊ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് കമ്പോസിഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൾക്കാരുടെ എബിലിറ്റി, അവരുടെ സ്കില്ല്, അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റുകൾ, അതുപോലെ അവരുടെ എന്താ പറയാ റോൾ ക്ലാരിറ്റി ആൻഡ് അസൈൻമെന്റ്, ആ ടീമിന്റെ സൈസ്, അതുപോലെ മെമ്പേഴ്സിന്റെ പ്രിഫറൻസുകൾ, ഇതൊക്കെയാണ് കമ്പോസിഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെഫേഴ്സ് ടു ദ ഇന്റേണൽ ആക്ടിവിറ്റീസ് ത്രൂ വിച്ച് ടീം മെമ്പേഴ്സ് വർക്ക് ടുഗദർ ടു അച്ചീവ് ദെയർ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ആ ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ഒരു ഷെയർഡ് പർപ്പസ് ഉണ്ടോ, ഗോളുകൾ ക്ലിയർ ആണോ, എന്താ പറയാ ടീമിന് എഫിക്കസി ഉണ്ടോ, അതായത് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സെൽഫ് ബിലീഫിനെയാണ് എഫിക്കസി എന്ന് പറയുന്നത്. അതുപോലെ ടീമിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടോ, ഒരു കൊഹസീവ്നെസ് ഉണ്ടോ എന്നുള്ളതാണ്. പിന്നെ എന്താ പറയാ ഷെയർഡ് മെന്റൽ മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ടീം മെമ്പേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ടാസ്കിനെ പറ്റിയും അല്ലെങ്കിൽ റോളിനെ പറ്റിയും ഒക്കെ ഉള്ള ഒരു ധാരണയുണ്ടോ, കോൺഫ്ലിക്റ്റുകൾ കൺസ്ട്രക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതുപോലെ സോഷ്യൽ ലോഫിങ് കുറയ്ക്കുക. സോഷ്യൽ ലോഫിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചിലരെങ്കിലും ഇൻഡിവിജ്വൽ എഫേർട്ട് വളരെ കുറച്ച് എന്താ പറയാ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ എഫേർട്ടിനെ മെഷർ ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് ആ ഇൻഡിവിജ്വൽ എഫേർട്ട് കുറച്ചിടാനായിട്ടുള്ള ഒരു ടെൻഡൻസിനെയാണ് സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ടീം ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എന്താണ് ടീം ബിൽഡിംഗ്, എന്തിനാണ് ടീം ബിൽഡിംഗ് എന്നുള്ളതാണ്. ടീം ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കേട്ടിട്ടുണ്ടോ ടീം ബിൽഡിംഗ്? Team building refers to a structured participative process designed to improve team functioning by enhancing members' awareness of their own and other roles, communication patterns, problem-solving approaches, and interpersonal relationship. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോസസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ടീമിന്റെ ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. അതായത് ആ ടീമിനെ പറ്റി ആൾക്കാരായുള്ള ഒരു അവയർനെസ് കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്നത് വഴി വളരെ എന്താ പറയാ ടീമിന്റെ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ടീം ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താ പറയാ അതൊരു എന്താ പറയാ ഡെലിബറേറ്റ് ഓർഗനൈസേഷൻ ഇന്റർവെൻഷൻ ആണ്. അതായത് ഒരു ടീം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് അതിലുള്ള ആൾക്കാരെ ആ ഒരു പ്രോസസ്സിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ടീം ബിൽഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ടീം ബിൽഡിംഗ് എന്ന് പറയുന്നതുകൊണ്ട് ഒരു റുട്ടീൻ മാനേജ് ഒരു എന്താ പറയാ ഒന്ന് അതൊരു എന്താ പറയാ
അതൊരു ലേണിംഗ് ആക്ടിവിറ്റി പോലെയാണ്. ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആക്ടിവിറ്റിയാണ്. എന്താ എന്തെങ്കിലും ടീമിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് റൈസ് ചെയ്യുമ്പോഴോ ഒക്കെ അതിനെ ഒന്ന് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള ടീമിനെ കറക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സിനെയാണ് ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഓർഗനൈസേഷനകത്ത് പല ടീമുകൾ ഉണ്ടാവും അല്ലെ? എല്ലാ ടീമിനും ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടേണ്ട സാഹചര്യമില്ല. എന്തൊക്കെ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ടീം ടീം ബിൽഡിങ്ങിലോട്ട് കടക്കേണ്ടത് അല്ലെ ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നീഡ് ഫോർ ടീം ബിൽഡിംഗ്. അപ്പൊ ചില ഡയഗ്നോസ്റ്റിക് ഇൻഡിക്കേറ്റേഴ്സ് അപ്പൊ ഒരു ടീമിൽ ഒരു ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി ഉണ്ടാവണം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ചില ക്ലൂസ് ഉണ്ടാവും. ഒന്നാമത്തതാണ് ഇന്റർപേഴ്സണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടീമിനകത്തെ ആൾക്കാർ തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ്. വളരെ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും റെക്കറന്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. എന്താ പറയാ അല്ലെങ്കിൽ അവർ ടീമിന്റെ ഡിസ്കഷൻസിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. അല്ലെങ്കിൽ എന്താ പറയാ അതിനകത്ത് ഉള്ള ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം എന്താ പറയാ കൂടുതലായിട്ട് കാണുമ്പോൾ അവിടെ ഒരു ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി ഉണ്ടാവണം എന്നാണ് അത് കാണിക്കുന്നത്. ആ ടീമിലെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനും ആൾക്കാരുടെ കോപ്പറേഷൻ കൂട്ടിക്കൊണ്ടുവരാനും ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ കറക്റ്റ് ചെയ്യാനും ഒക്കെ അവർ ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി അഡോപ്റ്റ് ചെയ്യണമെന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഇൻഡിക്കേറ്റർ ആണ് റോൾ റിലേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ആൾക്കാർക്ക് തമ്മിൽ കൺഫ്യൂഷൻ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് എനിക്കുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ചിലർ ഒരേ ആള് ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും മറ്റേ ആള് വീണ്ടും ചെയ്യുന്നു. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആൾക്കാർ ആരും അത് അഡ്രസ് ചെയ്യാതെ അത് എന്താ പറയാ ചില കാര്യങ്ങൾ ആരും ചെയ്യാതെ പോകുന്നു. അല്ലെങ്കിൽ എന്താ പറയാ കംപ്ലൈന്റ്സുകൾ ഉണ്ടാവുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവിടെ എന്താണ് കാണിക്കുന്നത് ഒരു ടീം ബിൽഡിംഗ് ആക്ടിവിറ്റിയുടെ ആവശ്യമുണ്ട്. ഈ ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തതാണ് ഒരു മോട്ടിവേഷണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോട്ടിവേഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാരുടെ ടീമിലുള്ള പാർട്ടിസിപ്പേഷൻ കുറവാണ്, കൂടുതൽ ആബ്സെന്റീസം പോലുള്ള പ്രോസസ്സുകൾ ഉണ്ടാവുന്നു, ആൾക്കാർ കൂടുതലായിട്ട് എഫേർട്ട് ഇടുന്നില്ല. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? ഒരു ടീം ബിൽഡിങ്ങിന്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കൊഗ്നീറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? ആ ടീമിന്റെ പൊതുവായിട്ടുള്ള പർപ്പസിനെ പറ്റി ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ടീമിന്റെ മെമ്പേഴ്സ് തമ്മിൽ പ്രയോറിറ്റീസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കുക, അതുപോലെ ഡിസിഷൻ മേക്കിംഗ് നന്നായിട്ട് നടക്കുന്നില്ല. ഇതൊക്കെ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഒരു ടീം ബിൽഡിംഗ് അവിടെ അഡോപ്റ്റ് ചെയ്യണം എന്ന് കാണിക്കുന്നതിൽ. Then structural indicators, recent team composition changes, new leadership, reorganization. പുതിയ ലീഡർ വരുമ്പോഴോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളോ ഒക്കെ ടീം ബിൽഡിങ്ങിന്റെ ആവശ്യകത കാണിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഇനി ടീം ബിൽഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ടീം ബിൽഡിങ്ങിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് ടീം ബിൽഡിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് പറയുന്നത്. ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രാറ്റജിയാണ്. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രാറ്റജിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വർക്ക് ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യാനും ആൾക്കാരുടെ പെർഫോമൻസ് കൂട്ടിക്കൊണ്ടുവരാനുമായിട്ടൊക്കെയുള്ള ഒരു എന്താ പറയാ സ്ട്രാറ്റജിക് അപ്രോച്ച് ആണ് ഓരോ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ ടീം ബിൽഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒന്ന് ആൾക്കാരുടെ അതിലുള്ള ടീം മെമ്പേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്. എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ. One of the primary contribution of team building is the improvement of communication among team members. Okay. അപ്പൊ അവരിലെ എന്താ പറയാ ഒരു എന്താ പറയാ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് വഴി അല്ല എന്താ പറയാ പല ആക്ടിവിറ്റീസ് ടീം ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇന്ററാക്ഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ഇൻക്രീസ്ഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻഗേജ്മെന്റ്. അപ്പൊ ആൾക്കാരെ ഈ ആക്ടിവിറ്റീസിൽ കൂടെ നമ്മൾ ഒരു എന്താ പറയുക ഒരു ടീമിന്റെ ഭാഗമാണെന്നും ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടല്ല എന്ന് മനസ്സിലാക്കുന്നത് വഴി അവരെയും കൂടെ ആ ഒരു എന്താ പറയാ ടീമിന്റെ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അവരെയും കൂടെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ദെൻ ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷൻ അലൈൻമെന്റ്. ഈ ഇൻഡിവിജ്വൽ എഫേർട്ടും ഗ്രൂപ്പ് എഫേർട്ടും ഒക്കെ ടീമിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഒരു ഗോളുമായിട്ട് അലൈൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻസ്. ദെൻ എൻഹാൻസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ്.
അപ്പൊ ഈ ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് അഡോപ്റ്റ് ചെയ്യുന്നത് വഴി അവർ തമ്മിലുള്ള കൊളാബറേഷൻ ഇംപ്രൂവ് ചെയ്യും. അപ്പൊ ആൾക്കാർ തമ്മിലുള്ള കോപ്പറേഷനും കൊളാബറേഷനും ഇംപ്രൂവ് ചെയ്യുകയും അതുവഴി പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ടീം മെമ്പേഴ്സ് വളരെ ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് കൂടുതലായിട്ട് ഇഫക്റ്റീവ് ആയിട്ട് ആ ടീമിനകത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. Then strengthened trust and psychological safety. അപ്പോൾ ടീം ബിൽഡിംഗ് ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മെമ്പേഴ്സ് ടു ഡെമോൺസ്ട്രേറ്റ് റിലയബിലിറ്റി, കോമ്പിറ്റൻസ് ആൻഡ് ഗുഡ് ഇന്റൻഷൻസ്. അപ്പം ആൾക്കാർ തമ്മിൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ അവർക്കൊരു സേഫ്റ്റി പോലുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇംപ്രൂവ്ഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ കപ്പാസിറ്റി. ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൽ കൂടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായാൽ അതെങ്ങനെയാണ് കൺസ്ട്രക്റ്റീവ് ആയിട്ട് നേരിടേണ്ടത്, ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ഇതൊക്കെ ആക്ടിവിറ്റീസിന്റെ ഭാഗമാണ്. അപ്പൊ കൂടുതലായിട്ട് കോൺഫ്ലിക്റ്റിനെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് നേരിടാനായിട്ട് ഈ ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എൻഹാൻസ് ദ അഡാപ്റ്റബിലിറ്റി ആൻഡ് റെസിലിയൻസ്. അപ്പോൾ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് വന്നു കഴിഞ്ഞാലും അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട്, അതിനോട് അഡാപ്റ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻക്രീസ്ഡ് ഇൻക്ലൂസിവിറ്റി ആൻഡ് അപ്രീഷിയേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി. നമ്മൾ മുമ്പേ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിന്റെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞപ്പോൾ പല പല എന്താ പറയാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, പല സ്കില്ലുള്ള, എക്സ്പെർട്ടൈസ് ഉള്ള, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, എത്തിനിസിറ്റി ഉള്ള ആൾക്കാരാണ് ഓരോ ഗ്രൂപ്പിൽ ഒരു ടീമിൽ വരുന്നത് അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ വളരെ ഇൻക്ലൂസീവ് ആയിട്ട് കാണാനായിട്ട്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോവാൻ, അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റീനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡൈവേഴ്സിറ്റീനെ നമ്മളൊരു ഭാഗമാക്കാനായിട്ട് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്ത്, അതിന്റെ ഇമ്പോർട്ടൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷനിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടീം ബിൽഡിംഗ് പോലുള്ള സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നതിന്റെ ഉത്തരമാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ 8 പോയിന്റുകൾ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് നെഗോഷിയേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിനു മുമ്പ് അതിനകത്ത് നമ്മളൊരു വിട്ടുപോയൊരു ഭാഗമാണ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ്. ഇപ്പൊ നമ്മൾ മുമ്പ് വളരെ ടീം ബിൽഡിംഗ് എന്താണെന്ന് പറഞ്ഞു. ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അപ്പൊ ഈ ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല പല രീതിക്കുള്ള ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് കമ്മ്യൂണിക്കേഷൻ ഫോക്കസ്ഡ് ടീം ബിൽഡിംഗ്, രണ്ടാമത്തേത് ട്രസ്റ്റ് ബിൽഡിംഗ് ആക്ടിവിറ്റീസ്, മൂന്നാമത്തേത് പ്രോബ്ലം സോൾവിംഗ് ആക്ടിവിറ്റീസ്, നാലാമത്തേത് ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ്, ദെൻ സ്കിൽ ബേസ്ഡ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ്. അങ്ങനെ പലതരത്തിലുള്ള ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഏതാണ് ഒരു ഓർഗനൈസേഷനകത്ത്, മുമ്പേ പറഞ്ഞില്ലേ ടീം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ടീം ബിൽഡിംഗ് ആവശ്യമായത് എന്ന് ചില ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും അല്ലെ. അപ്പൊ ഏത് ഇൻഡിക്കേറ്റർ ആണ് ടീം ബിൽഡിങ്ങിലോട്ട് അതിനെ ടീം ബിൽഡിങ്ങിലോട്ട് ലീഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി ആയിരിക്കും ആ ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ ഫോക്കസ്ഡ് ടീം ബിൽഡിംഗ്. ഈ കമ്മ്യൂണിക്കേഷൻ ഫോക്കസ്ഡ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ നമുക്കറിയാം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ടീമിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ. അപ്പൊ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയും ടാസ്കുകൾ കോർഡിനേറ്റ് ചെയ്ത് പോവുകയും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വരണമെങ്കിൽ അവിടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ വേണം. അപ്പൊ ടീം സെറ്റിംഗ്സിൽ കമ്മ്യൂണിക്കേഷൻ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാതിരിക്കാനോ കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കാനും അല്ലെങ്കിൽ ആ ഷെയർഡ് ഗോൾസ്, പൊതുവായിട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യാനും ഒക്കെ ആൾക്കാരെ എന്താ പറയാ ഹെൽപ്പ് ചെയ്ത ഒരു വൺ ഓഫ് ദ കോർ എലമെന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു ടീമിന് ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഫോക്കസ്ഡ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ആർ ഡിസൈൻഡ് ടു എൻഹാൻസ് ദ എബിലിറ്റി ഓഫ് ടീം മെമ്പേഴ്സ് ടു എക്സ്പ്രസ് ideas clearly, listen actively and provide constructive feedback. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ടീം ബിൽഡിംഗ് ആക്ടിവിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ആൾക്കാരെ അവരുടെ ഐഡിയാസ് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക, ആക്റ്റീവ് ലിസണിങ് പ്രോത്സാഹിപ്പിക്കുക, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ ദീസ് ആക്ടിവിറ്റീസ് എയിം ടു പ്രൊമോട്ട് ഓപ്പൺനെസ് ആൻഡ് ട്രസ്റ്റ് ആൻഡ് ബ്രേക്ക് ഡൗൺ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് വിത്തിൻ ദ ടീം.
അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസിന്റെ പ്രത്യേകത കൂടുതലായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടീമുകളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക, അതിനെ മറികടക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ. ഈ കമ്മ്യൂണിക്കേഷൻ ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പല രീതിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അതെന്ന് പറയുന്നത് എന്താ പറയാ, ഇന്ററാക്ഷനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും മെമ്പേഴ്സിന്റെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പല രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. ഫോക്കസ്ഡ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടാവും ഐസ് ബ്രേക്കേഴ്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ. ഐസ് ബ്രേക്കേഴ്സ് കേട്ടിട്ടില്ല? ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു കോളേജിലൊക്കെ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ ഒക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടാവും അല്ലേ? അപ്പൊ അതെന്താണ്, നമുക്ക് ആ ഇൻഹിബിഷൻ ഒക്കെ മറികടന്ന് ആ ഗ്രൂപ്പിലോട്ട് ഇൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആക്ടിവിറ്റിയാണ് അല്ലെ. അപ്പൊ ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റീസ്. അപ്പൊ അതെന്താണ്, കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനും ഒരു റാപ്പോ ബിൽഡ് ചെയ്യാനും ഒക്കെ പുതിയതായിട്ട് ബിൽഡ് ചെയ്ത ടീമിനെ സംബന്ധിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ. അപ്പൊ ആക്റ്റീവ് ലിസണിങ് പോലുള്ള ടെക്നിക്കുകളൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ ഫോക്കസ്ഡ് ടീം ബിൽഡിങ്ങിന്റെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചില ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ രണ്ടാമത് ചില ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ട്രസ്റ്റ് ബിൽഡിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ട്രസ്റ്റ് എന്ന് പറയുന്നത് മുമ്പ് കമ്മ്യൂണിക്കേഷനെ പോലെ തന്നെയാണ്, ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള എലമെന്റ് ആണ് അല്ലെ. ഇഫക്റ്റീവ് ടീം വർക്കിനെ തീരുമാനിക്കുന്നത് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ട്രസ്റ്റ് ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ആർ ഡിസൈൻഡ് ടു സ്ട്രെങ്തൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഫോസ്റ്റർ മ്യൂച്വൽ കോൺഫിഡൻസ് എമംഗ് ടീം മെമ്പേഴ്സ്. അപ്പൊ ട്രസ്റ്റ് ബിൽഡിംഗ് ആക്ടിവിറ്റീസിന്റെ ഫോക്കസ് എന്തായിരിക്കും? ആൾക്കാർ തമ്മിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കൂടുതൽ സ്മൂത്ത് ആയിട്ട് കൊണ്ടുവരിക, അവർ തമ്മിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റും കോൺഫിഡൻസും ഒക്കെ ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ദീസ് ആക്ടിവിറ്റീസ് ഓഫൺ ഇൻവോൾവ് സിറ്റുവേഷൻസ് ദാറ്റ് റിക്വയർ ഇൻഡിവിജ്വൽസ് ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ദെയർബൈ റീഇൻഫോഴ്സിംഗ് റിലയബിലിറ്റി. അപ്പോൾ ഈ ട്രസ്റ്റ് ബിൽഡിംഗ്, ഫോർ എക്സാമ്പിൾ എക്സസൈസസ് സച്ച് ആസ് ട്രസ്റ്റ് ഫാൾസ് എൻകറേജ് മെമ്പേഴ്സ് ടു റിലേ ഓൺ ദർ ടീംമേറ്റ്സ് ഫോർ ഫിസിക്കൽ സപ്പോർട്ട്. അപ്പൊ ഒരു ടീമിലെ മെമ്പേഴ്സ് തമ്മിൽ ഒരു പരസ്പര സഹകരണത്തോടു കൂടി ഡിപ്പെൻഡൻസോട് കൂടിയിട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആ ടീമിന്റെ എഫിഷ്യൻസിക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ട്രസ്റ്റ് ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഏർപ്പെടേണ്ടി വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസോ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റീസ് പോലുള്ള ടീം ബിൽഡിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെ ആൾക്കാരുടെ കോമ്പിറ്റൻസി, എങ്ങനെ ഒരു പ്രോബ്ലത്തെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം, അതിനെ സോൾവ് ചെയ്യാം എന്നൊക്കെയുള്ളതാണ്. അല്ലെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും കോപ്പറേഷനും ഒക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് പ്രോബ്ലം സോൾവിംഗ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ചില ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഡിസിഷൻ മേക്കിങ്ങിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതുണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഡിസൈൻ ടു സ്ട്രെങ്തൻ എബിലിറ്റി ഓഫ് ടീം മെമ്പേഴ്സ് ടു ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ്, ഒരു ബെറ്റർ ഡിസിഷൻ എങ്ങനെ എടുക്കാം, ഓൾട്ടർനേറ്റീവ്സ് വളരെ കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ ആ ഒരു പ്രോബ്ലത്തെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ കളക്റ്റീവ് ആയിട്ട് എത്തിച്ചേരാം എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഡൊമൈൻസിനെ ഫോക്കസ് ചെയ്തുള്ളത് കൊണ്ടായിരിക്കും. ദെൻ സ്കിൽ ബേസ്ഡ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പിറ്റൻസീസ് ആൾക്കാർ ടീം മെമ്പേഴ്സിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇതിന്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഈ സ്കിൽ ബേസ്ഡ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസിന്റെ ഒരു എക്സാമ്പിൾ ആണ് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുക, ട്രെയിനിങ് സെഷൻസ് സംഘടിപ്പിക്കുക. മനസ്സിലായി? അതൊക്കെയാണ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ്, ഈ സ്കിൽ ബേസ്ഡ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസിൽ പെടുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഇനി നമുക്ക് അതിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ടീമിൽ ഉണ്ടാവുന്ന പല പല ചലഞ്ചസ് ഉണ്ടാവുമല്ലോ. ഈ ചലഞ്ചസ് എങ്ങനെയൊക്കെ നമുക്ക് റിസോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഓവർകമ്മിങ് ചലഞ്ചസ് ഇൻ ടീം ഡൈനാമിക്സ്. ടീമിന്റെ ഡൈനാമിക്സിൽ ഉണ്ടാവുന്ന ചലഞ്ചസിനെ എങ്ങനെയൊക്കെ നമുക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ട് റിസോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്ന്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് നെഗോഷിയേഷൻ. ഓക്കെ. കോൺഫ്ലിക്റ്റുകൾ എങ്ങനെ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇനിവിറ്റബിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺഫ്ലിക്റ്റ് ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് one party perceives that its interests are being opposed or negatively affected by another. അപ്പൊ ഒരു പാർട്ടി ചേച്ചിപ്പിക്കുകയാണ്, മനസ്സിലാക്കിയാണ് തങ്ങളുടെ
താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് മറ്റുള്ള ഒരു ഗ്രൂപ്പിന്റെ താല്പര്യമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ലീഡ് ചെയ്യുന്നത്. അപ്പൊ അതുവഴി അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതിനെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിക്ക് ഉണ്ടാവാം. ഫങ്ഷണൽ കോൺഫ്ലിക്റ്റും ഉണ്ടാവാം, ഡിസ്ഫങ്ഷണൽ കോൺഫ്ലിക്റ്റുകളും ഉണ്ടാവാം. അപ്പൊ ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയാ, ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളാണ്. പോസിറ്റീവ് ആയിട്ട് ടീമിന്റെ പെർഫോമൻസിലോട്ട് ലീഡ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റിനെയാണ് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക, ഇറ്റ് ഇൻവോൾവ്സ് റെസ്പെക്ട്ഫുൾ ഡിസ്കഷൻസ് ഫോക്കസ്ഡ് ഓൺ ടാസ്ക് റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പോൾ ഒരു ടീമിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഡിസഗ്രിമെന്റ്സ് വരും അല്ലേ? പക്ഷെ ആ ഡിസഗ്രിമെന്റ്സും ആ കോൺഫ്ലിക്റ്റും ഒക്കെ ആ ഒരു ടാസ്ക് ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കുള്ള ഡിസഗ്രിമെന്റ്സോ കോൺഫ്ലിക്റ്റുകളോ ആയിരിക്കും. പല പെർസ്പെക്റ്റീവ് ഉണ്ടാവും ആൾക്കാർക്ക്. അപ്പൊ അതൊക്കെ പറയും, മെമ്പേഴ്സ് ഒക്കെ അതൊക്കെ ഡിസ്കസ് ചെയ്യും. അതൊക്കെ ഫങ്ഷണൽ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമാണ്. ഈ ഡിസ്ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടീമിന്റെ കൊഹഷൻ അല്ലെ ടീമിന്റെ പെർഫോമൻസിനെ ഒന്നാകെ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കോൺഫ്ലിക്റ്റിനാണ് ഡിസ്ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതൊരിക്കലും ആ ടീമിനെ ഒരു രീതിക്കുള്ള പോസിറ്റീവായിട്ട് ഒരു ഗുണം ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല. അപ്പൊ ഈ കോൺഫ്ലിക്റ്റുകൾ എവിടെ നിന്നാണ്, എങ്ങനെയാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്, എന്തൊക്കെയാണ് കോൺഫ്ലിക്റ്റിന്റെ കാരണങ്ങൾ? ഒന്ന്, ഇൻകമ്പാറ്റബിൾ പേഴ്സണാലിറ്റീസ് ഓർ വാല്യൂസ്. അപ്പം കോൺഫ്ലിക്റ്റ് വിത്തിൻ ടീംസ് ക്യാൻ എമേർജ് ഫ്രം സെവറൽ ഇന്റർ കണക്റ്റഡ് സോഴ്സ്. പല പല കാരണങ്ങൾ കൊണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. ഒരു മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരാണ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷനകത്ത് വരുന്നത്, ഒരു ടീമിനകത്തോട്ട് വരുന്നത് അല്ലെ. അവരുടെ വാല്യൂ സിസ്റ്റം, അവരുടെ പേഴ്സണാലിറ്റി ഒക്കെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു എന്താ പറയാ, പല പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ ചേരുന്ന, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഒത്തുചേർന്ന് വരുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ആ റോള് ക്ലിയർ ആയിട്ട്, എന്താ പറയാ, ക്ലിയർ ആയിട്ട് ആ റോളുകൾ അവിടെ എന്താ പറയാ, സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇൻകമ്പാറ്റബിൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വാല്യൂ സിസ്റ്റംസ്, അൺക്ലിയർ ആയിട്ടുള്ള അല്ലെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള റോൾ ബൗണ്ടറീസ്. അതായത് ഓരോരുത്തർക്കും ചെയ്യേണ്ട റോളുകൾ കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കോമ്പറ്റീഷൻ ഫോർ ലിമിറ്റഡ് റിസോഴ്സസ്. ഇപ്പൊ ലിമിറ്റഡ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ ടൈം കുറവാണെങ്കിലോ ബജറ്റോ സ്പേസോ ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിലോട്ട് ലീഡ് ചെയ്യും. അപ്പൊ സ്കേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന ടീം എന്ന് പറയുമ്പോൾ എന്താ പറയാ, അവിടെ ഇൻഡിവിജ്വൽസിന് കറക്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഫ്ലിക്റ്റിലോട്ട് ലീഡ് ചെയ്തേക്കാം. അൺക്ലിയർ അല്ലെങ്കിൽ റീസണബിൾ ആയിട്ട് അൺറീസണബിൾ ആയിട്ടുള്ള പോളിസീസ്, എന്താ പറയാ, ആ പോളിസീസും അല്ലെങ്കിൽ അതിനകത്ത് ഉള്ള നോംസും ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അത് കോൺഫ്ലിക്റ്റോട് ലീഡ് ചെയ്യാം. ഓർഗനൈസേഷന്റെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ അതിന്റെ ഇൻഡിപെൻഡൻസ്. ഓർഗനൈസേഷൻ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ടീംസ് വിത്ത് മൾട്ടിപ്പിൾ ലേയേഴ്സ് ഓഫ് കോർഡിനേഷൻ ഇൻക്രീസസ് ദ ചാൻസ് ഓഫ് മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലേ, നാച്ചുറലി. അപ്പൊ അത് കോൺഫ്ലിക്റ്റിലോട്ട് ലീഡ് ചെയ്യാം. അതുപോലെ ടാസ്ക് ഇന്റർ ഡിപ്പെൻഡന്റ് ആകുമ്പോൾ അതിനകത്ത് ഡിലേസ് വരാം, ഇൻഎഫിഷ്യൻസീസ് വരാം. അപ്പൊ ഒരാളുടെ ഇൻഎഫിഷ്യൻസി മറ്റുള്ള ഇതിനെയും ബാധിക്കാം. അതൊക്കെ കോൺഫ്ലിക്റ്റിലോട്ട് ലീഡ് ചെയ്യാം. കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഇഷ്യൂസ്, മറ്റു ഗ്രൂപ്പുകളുമായിട്ട് ഉണ്ടാവുന്ന കോമ്പറ്റീഷൻ, ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. അതുപോലെ ടൈം പ്രഷർ, മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഗ്രൂപ്പിന്റെ ഡിസിഷൻ മേക്കിൽ ഉണ്ടാവുന്ന ചലഞ്ചസ്, എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ, ഇതൊക്കെ കോൺഫ്ലിക്റ്റിലോട്ട് ഫാക്ടേഴ്സ് ആണ്. ഇനി കോൺഫ്ലിക്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്, എന്തൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കാം കോൺഫ്ലിക്റ്റുകൾ മാനേജ് ചെയ്യാനായിട്ട്? ഒന്ന്, പ്രോബ്ലം സോൾവിങ്. അപ്പം പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഒന്ന്, ഫേസ് ടു ഫേസ് ഡിസ്കഷൻ അല്ലെങ്കിൽ അണ്ടർലൈൻ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്നത് വഴി കോൺഫ്ലിക്റ്റുകൾ കുറച്ച് കൊണ്ടുവരാം. സബോർഡിനേറ്റ് ഗോൾസ് എന്താ പറയാ കൊണ്ടുവരിക. അനദർ ഇഫക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സബോർഡിനേറ്റ് ഗോൾസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർഡ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് റിക്വയർ ദ കോപ്പറേഷൻ ഓഫ് ഓൾ പാർട്ടീസ്. When team members recognize that their success depends on joint effort, conflict often diminish. അപ്പം അവരുടെ എഫേർട്ട് കൂടെ ആ ഒരു ജോയിന്റ് എഫേർട്ടിൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് കോൺഫ്ലിക്റ്റിനെ കുറയ്ക്കാം. എക്സ്പാൻഷൻ ഓഫ് റിസോഴ്സസ് എന്താ പറയാ, കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. നമ്മൾ മുമ്പേ പറയുന്നത് സ്കേഴ്സിറ്റി ആണ് പ്രശ്നമാവുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള റിസോഴ്സസ് കൊണ്ടുവരിക എന്നുള്ളത്. ചില കോൺഫ്ലിക്റ്റുകളിനെ എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവോയ്ഡൻസ് ഒരു ടെൻഡൻസിയാണ്.
അപ്പോൾ ഷോർട്ട് ടൈം സ്ട്രാറ്റജി ആയിട്ട് അവോയ്ഡൻസ് എടുക്കാം. അവോയ്ഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജീനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ സ്മൂത്തിങ് അറ്റംപ്റ്റ്സ് ടു എംഫസൈസ് ഏരിയാസ് ഓഫ് എഗ്രിമെന്റ് ആൻഡ് പ്രൊഡ്യൂസ് സിഗ്നിഫിക്കന്റ് കോൺഫ്ലിക്റ്റ്. അപ്പം ഏതൊക്കെ ഏരിയയിലാണ് എഗ്രിമെന്റ്സ് ഉള്ളത് അതിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ കോംപ്രമൈസ് അനദർ സ്ട്രാറ്റജിയാണ്. അതോറിറ്റേറ്റീവ് കമാൻഡ്, ഒരു അതോറിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതോറിറ്റേറ്റീവ് കമാൻഡ്, പിന്നെ മോഡിഫിക്കേഷൻ ഓഫ് ദ ഹ്യൂമൻ വേരിയബിൾ. അപ്പൊ എന്താണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അല്ലെങ്കിൽ ഇമോഷണൽ റെഗുലേഷൻസോ ഒക്കെ മോഡിഫൈ ചെയ്യുന്നത് വഴി, അതുപോലെ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ എന്താ പറയാ stimulation of conflict. In some context, stimulating a moderate level of conflict can be beneficial. അപ്പൊ moderate ലെവലിലുള്ള കോൺഫ്ലിക്റ്റുകൾ ബെനിഫിഷ്യൽ ആണ്. അപ്പൊ ഇതൊക്കെ കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്ന ടെക്നിക്കുകളാണ്. നെഗോഷിയേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിക്കുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗെയിനിങ്ങും ഇന്റഗ്രേറ്റീവ് ബാർഗെയിനിങ്ങും. ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗെയിനിങ് ഓഫ് കോഴ്സ് അണ്ടർ zero some conditions, meaning that one party's gain comes at the expense of other. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളായിരിക്കും വിൻ ചെയ്യുന്നത്, മറ്റൊരാൾക്ക് നഷ്ടം സംഭവിക്കുകയാണ് ചെയ്യും. When individuals believe that the total available resources are limited, they tend to adopt a distributive strategy. അപ്പോൾ ടോട്ടൽ അവൈലബിൾ റിസോഴ്സസ് സ്കേഴ്സ് ആണെങ്കിലാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗെയിനിങ് മേ ബി അപ്രോപ്രിയേറ്റ് ഇൻ വൺ ടൈം എക്കണോമിക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇത് ഒരു പാർട്ടിക്ക് അവിടെ നഷ്ടം ഉണ്ടാവുകയും ഒരു പാർട്ടിക്ക് ഗെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു റിസെറ്റ്മെന്റിനൊക്കെ കാരണമാകും. ഒരു വൺ ഡേ സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാം. ദെൻ ഇന്റഗ്രേറ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ അസംപ്ഷൻ ദാറ്റ് നെഗോഷിയേഷൻ ക്യാൻ പ്രൊഡ്യൂസ് ഔട്ട്കംസ് ദാറ്റ് ബെനിഫിറ്റ് ഓൾ പാർട്ടീസ്. അപ്പൊ എല്ലാ പാർട്ടീസിനും ബെനിഫിഷ്യൽ ആവുന്ന രീതിക്കുള്ള ഒരു നെഗോഷിയേഷൻ ആണ് ഇന്റഗ്രേറ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് റിസോഴ്സസ് as fixed, integrative bargaining seeks solutions that expand the available benefits or align interest. അപ്പോൾ റിസോഴ്സസിനെ ഫിക്സ്ഡ് ആയിട്ട് കാണാതെ റിസോഴ്സസിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് വഴി രണ്ടു പേർക്കും നഷ്ടമില്ലാതെ, അല്ല രണ്ടു പേർക്കും ഒരു പാർട്ടിക്ക് മാത്രം ലാഭകരമല്ല ആകാത്ത രീതിയിൽ രണ്ട് പാർട്ടികളെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു നെഗോഷിയേഷൻ ആണ് ഇന്റഗ്രേറ്റീവ് ബാർഗെയിനിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ നെഗോഷിയേഷൻ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ സസ്റ്റൈനിങ് ഹെൽത്തി ടീം ഡൈനാമിക്സ്. ടീം ഡൈനാമിക്സ് ഒരു ഹെൽത്തി ആയിട്ടുള്ള പാറ്റേണിൽ പോകണമെങ്കിൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ നെഗോഷിയേഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളുണ്ട്. ദെൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ മേക്കിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ ഓപ്ഷൻ ഫ്രം എമംഗ് സെവറൽ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ പല ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുന്നതിനാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഒന്ന്, അത് ഗ്രൂപ്പ് തിങ്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഗ്രൂപ്പ് തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് തിങ്ക് ഇസ് എ മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ഡിസയർ ഫോർ ഹാർമണി ആൻഡ് കൺസെൻസസ് ഓവർറൈഡ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. അപ്പൊ ഗ്രൂപ്പിന്റെ ഒരു തീരുമാനങ്ങളെ ക്രിട്ടിക്കലായിട്ട് കാണാതിരിക്കുന്ന സാഹചര്യമാണ് ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു എന്തെങ്കിലും ഫ്ലോസ് വന്നു കഴിഞ്ഞാൽ തന്നെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ പൊസിഷനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താ നെഗറ്റീവായിട്ട് അതൊരു റിസൾട്ട് ഉണ്ടാക്കിയേക്കാം. Then group polarization. Another common issue is group polarization. അപ്പോൾ discussion among group members lead to decisions that are more extreme than the initial position held by the individuals. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ഡിസിഷൻസ് വളരെ എക്സ്ട്രീം ആയിട്ട്, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ ഒരു പൊസിഷനെ കഴിഞ്ഞും എക്സ്ട്രീം ആയിട്ടുള്ള ഡിസിഷൻസ് ഗ്രൂപ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. വ്യൂ പോയിന്റ്സ് തമ്മിൽ അവിടെ ഒരു ബാലൻസിങ് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽസിന്റെ എക്സ്പെക്ടേഷൻസിന് അനുസരിച്ചുള്ള ഒരു ഡിസിഷൻ ആയിരിക്കില്ല അവിടെ നടക്കുന്നത്. അതാണ് ഗ്രൂപ്പ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ ലോഫിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റെസ്പോൺസിബിലിറ്റി ഷെയർഡ് റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ ചില മെമ്പേഴ്സ് അവരുടെ എഫേർട്ട് ഒരു റെഡ്യൂസ്ഡ് എഫേർട്ട് ഇടാനും അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു എഫേർട്ട് കുറച്ച് ഇടാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അതിനെയാണ് സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്നത്. അതുപോലെ അൺഈക്വൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺഫർമേറ്റിംഗ് പ്രഷർ. അപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഇല്ലാതിരിക്കുക. അതുപോലെ കൺഫർമേറ്റിംഗ് പ്രഷർ, ആ ഗ്രൂപ്പിന്റെ തീരുമാനങ്ങളോട് ഒത്തുചേർന്ന് പോകണം എന്നുള്ളൊരു പ്രഷർ ഉണ്ടാവുക. ഇതൊക്കെ എന്താണ് ഈ പ്രോബ്ലം സോൾവിങ് ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രോബ്ലംസ് ആണ് ഒരു ഗ്രൂപ്പിനകത്ത് നിന്ന്.
അപ്പൊ കൂടുതലായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് മജോറിറ്റി റൂൾ. മജോറിറ്റി റൂൾ ഈസ് എ സിമ്പിൾ ആൻഡ് വൈഡ്ലി യൂസ്ഡ് decision making method in which each group member cast one vote and the option receiving the highest number of votes is selected. മജോറിറ്റി നോക്കുക എന്നുള്ളതാണ്. കൺസെൻസസ് എന്ന് പറഞ്ഞാൽ അനദർ ഒരു മെത്തേഡ് യൂസ്ഡ് വെൻ ഗെയിനിങ് ബ്രോഡ് സപ്പോർട്ട് ഫോർ എ പ്ലാൻ ഓർ ഐഡിയ ഈസ് എസെൻഷ്യൽ. അപ്പോൾ this process involves discussing the issue, generating proposals, seeking consensus and addressing remaining concerns. അപ്പോൾ ഒരു ജനറൽ ഇഷ്യൂ വരുന്നു, അത് ഡിസ്കസ് ചെയ്യുന്നു, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രപ്പോസൽ കൊണ്ടുവരുന്നു, അതിൽ ആൾക്കാരുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് കൺസിഡർ ചെയ്യുന്നു. ദെൻ നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്. നോമിനൽ ഗ്രൂപ്പ് ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഡിസൈൻ ടു എൻഹാൻസ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ബൈ എൻഷുറിംഗ് full participation from all members. It is particularly useful for structured problem solving and idea generation rather than for routine meetings. അപ്പോൾ ഇവിടെ എന്താ പറയാ, നോമിനൽ ഗ്രൂപ്പ് ടെക്നിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത് ഈച്ച് മെമ്പർ സൈലന്റ്ലി റൈറ്റ്സ് ഡൗൺ ഐഡിയാസ് ഇൻഡിപെൻഡന്റ്ലി. അപ്പൊ അവരുടെ കയ്യിലുള്ള ഐഡിയാസ് എന്താണ് അത് എഴുതുന്നു. ദെൻ ദ ഗ്രൂപ്പ് ഷെയർസ് ദീസ് ഐഡിയാസ് ഇൻ റൗണ്ട് റോബിൻ ഫോർമാറ്റ് അണ്ടിൽ ഓൾ കോൺട്രിബ്യൂഷൻസ് ആർ റെക്കോർഡ്. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ദെൻ തേർഡ്, ദ ഗ്രൂപ്പ് ഡിസ്കസസ് ഈച്ച് ഐഡിയ ഫോർ ക്ലാരിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ. എന്നിട്ട് ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഐഡിയാസ് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ഫൈനലി മെമ്പേഴ്സ് വോട്ട് ഓൺ ദെയർ പ്രിഫേർഡ് ഐഡിയാസ് ത്രൂ റാങ്കിങ്. അപ്പൊ ഈ പല ഓപ്ഷൻസിൽ ഏതാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത് അതിന് വോട്ട് ചെയ്തിട്ട് ആ ഒരു ഐഡിയ അക്സെപ്റ്റ് ചെയ്യും. അതിനെയാണ് നോമിനൽ ഗ്രൂപ്പ് ടെക്നിക് എന്ന് പറയുന്നത്. ഡെൽഫി ടെക്നിക് എന്ന് പറഞ്ഞിട്ട് അനദർ ഒരു ടെക്നിക്കാണ്. ഈസ് എ യുണീക് ഗ്രൂപ്പ് മെത്തേഡ് ദാറ്റ് റിലൈസ് ഓൺ റിട്ടേൺ റെസ്പോൺസസ് ടു മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ക്വസ്റ്റ്യൻ റാദർ ദാൻ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ. അപ്പം ഇവിടെ നടക്കുന്നത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടിപ്പിക്കലി ആസ്ക് പാർട്ടിസിപ്പൻസ് ടു ഡിഫൈൻ ദ പ്രോബ്ലം, ഔട്ട്ലൈൻ ഒബ്ജക്റ്റീവ്സ് ഓർ പ്രപ്പോസ് സൊല്യൂഷൻ. ആദ്യം ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് എന്താണ് പ്രോബ്ലം അതിനെ ഡിഫൈൻ ചെയ്യാൻ പറയുന്നു. പിന്നത്തെ ക്വസ്റ്റ്യൻസ് വഴി അവരെന്താണ് ബിൽഡ്സ് ഓൺ ദ ഇൻഫർമേഷൻ ഗാതേർഡ് ഏർലിയർ ഗ്രാജുവലി നാരോയിങ് ദ ഗ്രൂപ്പ് വ്യൂസ്. അപ്പൊ എന്താണ് ആദ്യം പ്രശ്നം എന്ന് മനസ്സിലാക്കി ദെൻ അതിനനുസരിച്ചാണ് വീണ്ടും ക്വസ്റ്റ്യൻസ് എന്താ പറയാ ഷെയർ ചെയ്തിട്ട് അതിൽ അവരുടെ വ്യൂ പോയിന്റ്സ് എന്താണ് എന്ന് കളക്ട് ചെയ്യാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡെവിൾസ് അഡ്വക്കസി എന്ന് പറയുന്നത് അനദർ മെത്തേഡ് ആണ്. ഡെവിൾസ് അഡ്വക്കസി ഈസ് എ ഡിസിഷൻ മേക്കിംഗ് ടെക്നിക് ഇൻ വിച്ച് one individual or subgroup is deliberately assigned the role of questioning assumptions, challenging dominant viewpoints and pointing out potential weakness. ഒരു ഗ്രൂപ്പിന് ഒരു എന്താ പറയാ ഒരു ടാസ്ക് ഒരു ഡെലിബറേറ്റ്ലി ഒരു റോള് കൊടുക്കുകയാണ്. ക്വസ്റ്റ്യൻ അസംഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും വ്യൂ പോയിന്റ്സിനെ ചലഞ്ച് ചെയ്യാനും ഒക്കെയുള്ള. ഓക്കെ, ഇവിടെ ദ പർപ്പസ് ഓഫ് ദിസ് റോൾ ഈസ് നോട്ട് ടു ഒപ്പോസ് ഫോർ ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ് ബട്ട് ടു സ്റ്റിമുലേറ്റ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ദെൻ ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ്. ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം GDSS എന്ന് പറയും. ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടൂൾസ് ആണ് കേട്ടോ, ഓർത്തിരിക്കുക. ദാറ്റ് ഇന്റഗ്രേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ടെക്നോളജി ടു എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ഗ്രൂപ്പ് ഡിസിഷൻ. ഗ്രൂപ്പിന്റെ ഡിസിഷൻ എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നോളജിയാണ്. റിസർച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് GDSS can improve collaborative outcome by increasing information sharing. ഒരു കൊളാബറേറ്റീവ് എഫേർട്ടിനെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ഡിസിഷൻ ട്രീസ് ഉണ്ട്. ഡിസിഷൻ ട്രീസ് എന്ന് പറയുന്ന ഒരു വിഷ്വൽ ഡയഗ്രാം ആണ് ഇൻ വിച്ച് റെസ്പോൺസസ് ടു സീക്വൻഷ്യൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഗൈഡ് ദ ഡിസിഷൻ മേക്കർ ടുവാർഡ് എ സ്പെസിഫിക് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഒരു ഡിസിഷൻ ട്രീ ആണ്. ഓരോ കോഴ്സ് ഓഫ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫേവറബിൾ ആയിട്ടാണ്, യെസ് ആണോ നോ ആണോ അവരുടെ എന്താ പറയാ ഒരു വ്യൂ പോയിന്റ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് they help ensure consistency by directing decision makers to same alternative whenever the same condition arises. അപ്പൊ ഓരോ വ്യൂ പോയിന്റും മനസ്സിലാക്കുകയാണ്. അതിനോട് പോസിറ്റീവ് ആയിട്ടാണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണോ അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. Decision trees are particularly useful for avoiding errors such as framing bias and for promoting structured logical thinking. Okay. അനദർ മെത്തേഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് മാനേജിങ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്, അതുപോലെ ഇമോഷൻ ഷെയറിങ്, പെർസുവേഷൻ, ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് മുതലായിട്ടുള്ള ആസ്പെക്റ്റുകൾ ഇതിനകത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. ദെൻ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ബാരിയേഴ്സ് ഉണ്ടാവും. ഈ ബാരിയേഴ്സിനെ കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നതാണ്. ഈ ബാരിയേഴ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്മൂത്ത് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫ്ലോവിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെയാണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്.
പേഴ്സണൽ ബാരിയേഴ്സും ഫിസിക്കൽ ബാരിയേഴ്സും സെമാൻറ്റിക് ബാരിയേഴ്സും ഉണ്ടാവാം. പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഇമോഷൻസും വാല്യൂസും ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് ബാരിയേഴ്സിനെ നമുക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് ബാരിയേഴ്സിനെ കറക്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് അതിനെ മറികടക്കാൻ സാധിക്കുന്നത്? ഒന്ന്, എൻഷുറിംഗ് ദാറ്റ് മെസ്സേജസ് ആർ കംപ്ലീറ്റ്, ക്ലിയർ ആൻഡ് ടൈലേർഡ് ടു ദ ഓഡിയൻസ്. ക്ലിയർ ആണ്, കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഒരു ഫീഡ്ബാക്കിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിനകത്ത് കൊണ്ടുവരിക. അതുപോലെ ആക്റ്റീവ് ലിസണിങ് എൻകറേജ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയാ, സ്ട്രക്ചർഡ് ഡിസ്കഷൻസ് ഏർപ്പെടുക, സ്ട്രക്ചർഡ് ഡിസ്കഷൻസ് കൊണ്ടുവരിക. ഇതൊക്കെ മിസ്കമ്മ്യൂണിക്കേഷൻ മറികടക്കാനായിട്ടുള്ള മെത്തേഡ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവായവർക്ക് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസുമായിട്ട് ബന്ധപ്പെട്ട സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇമോഷണൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ മെസ്സേജ് എങ്ങനെയാണ് ഡീകോഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുക എന്നുള്ളതും കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സിനെ മറികടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.